योऽन्तः प्रविश्य मम वाचमिमाम् प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. ആദ്യത്തെ ദിവസം തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞു. അനുസ്യൂതം ഓരോ ശ്ലോകങ്ങളിലും നിൽക്കുന്ന ഒരു സ്ഥായിയായ ഒരു രസമുണ്ട്, ഒരു ഭാവം. എന്താന്ന് വെച്ചാൽ, നിങ്ങളിപ്പൊ തന്നെ അതാണ്, നിങ്ങളിപ്പൊ തന്നെ അതാണ്, നിങ്ങളിപ്പൊ തന്നെ അതാണ് എന്നുള്ളതാണ്. അതറിയുന്നില്ല എന്നുള്ളത് വേറൊരു വശം. ആ അറിയുന്നില്ല എന്നുള്ളതിൽ നിന്നും തമസോമാ ജ്യോതിർഗമയ, അസതോമാ സദ്ഗമയ, മൃത്യോർമാ അമൃതംഗമയ, ഈ ഗമിപ്പിക്കൽ ശ്രദ്ധാപ്രധാനാണ്. ശ്രദ്ധയെ അതിൽ നിന്നും തന്നിലേക്ക് തിരിക്കലാണ്. ഭാഗവതത്തില് 9 സ്കന്ധം ഭാഗവതം കേട്ടിട്ട് പരീക്ഷിത്ത് തന്നെ ഇത് പറയണം. കൃഷ്ണകഥ പറയൂ എന്ന് പറയുമ്പോൾ ദശമസ്കന്ധത്തില് ശ്രീശുകന്റെ ഒരു ചോദ്യം എന്നുവെച്ചാൽ, ഏത് കൃഷ്ണന്റെ കഥയാ പറയേണ്ടത് എന്ന് ചോദിക്കണ പോലെ, അതിന് പരീക്ഷിത്ത് ഉത്തരം പറയണ പോലെ, പരീക്ഷിത്ത് കൃഷ്ണൻ എന്നുള്ളതിന് വ്യാഖ്യാനം കൊടുത്തുകൊണ്ടേ പോവാണ്. ആദ്യം പറഞ്ഞു, ഞങ്ങളുടെ യാദവ വംശത്തിൽ ജനിച്ചതായ ഭഗവാന്റെ കഥ പറയൂ എന്നാണ് പറഞ്ഞത്. അപ്പോ ശ്രീശുകൻ പിന്നെയും മൗനമായിട്ട് കാത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ പറഞ്ഞു, ഞങ്ങളുടെ മുത്തച്ഛന്മാരൊക്കെ കൗരവ സൈന്യസാഗരം, ഈ കൗരവ സൈന്യസാഗരത്തിനെ ഏതു ഭഗവാനെ മുൻപിൽ വെച്ചുകൊണ്ടാണോ തരണം ചെയ്തത്, ആ കൃഷ്ണന്റെ കഥ പറയൂ എന്ന് പറഞ്ഞു. അപ്പോഴും മിണ്ടാതിരിക്കുക. അപ്പൊ പറഞ്ഞു, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഗർഭത്തിൽ കിടക്കുമ്പോ. ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടമിതം മദംഗം സന്താനബീജം കുരുപാണ്ഡവാനാം ജുഗോപ കുക്ഷിംഗത ആത്തചക്ര മാതുശമേയ ശരണം ഗതായാഹ. എന്റെ അമ്മ ശരണാഗതി ചെയ്തപ്പോ ഗർഭത്തിൽ എനിക്ക് ദർശനം തന്ന് എന്നെ രക്ഷിച്ച കൃഷ്ണന്റെ കഥ പറയൂ. അപ്പോഴും മിണ്ടിയില്ല. അപ്പോഴാണ് പരീക്ഷിത്ത് പറഞ്ഞത്, എനിക്കറിയാമെന്നാണ്. എന്താ? വീര്യാണി തസ്യാഖില ദേഹഭാജാം അന്തർബഹി പൂരുഷകാലരൂപൈ പ്രയച്ഛതോ മൃത്യും ഉത അമൃതം ച മായാമനുഷ്യസ്യ വധസ്വ വിദ്വൻ. ആ പുറമേക്ക് അവതരിച്ച് ലീല ചെയ്ത ആ മായാമനുഷ്യൻ പുറമേക്ക് പ്രപഞ്ചമായിട്ടും അകമയ്ക്ക് കേവല ചിദ്വസ്തുവായിട്ടും, ഇത് രണ്ടും ഭഗവാന്റെ രൂപം തന്നെയാണ്. കാണുന്ന പ്രപഞ്ചവും അവൻ തന്നെയാണ്, പ്രപഞ്ചത്തിനെ കാണുന്നവനും അവൻ തന്നെയാണ്. അന്തർബഹി പൂരുഷ കാലരൂപൈഹി, ഉള്ളില് പുരുഷനായിട്ടും പുറമേക്ക് കാലമായിട്ടും. എന്നാപ്പോ പുറമേ നോക്കിയാ പോരെ, എന്തിനാ അകമേ നോക്കണത് എന്ന് വെച്ചാൽ, പ്രയച്ഛതോ മൃത്യും ഉത അമൃതം ച. പുറമേക്ക് നോക്കിയാൽ മൃത്യുവാണ് അവന്റെ സ്വഭാവം. അമൃതം ചൈവ മൃത്യുശ്ച എന്ന് ഗീത. പുറമേക്ക് മൃത്യു അവന്റെ സ്വഭാവമാണ്, അകമേക്ക് അമൃതം അവന്റെ സ്വരൂപമാണ്. പുറമേക്ക് നോക്കുന്നിടത്തോളം മൃത്യുവുണ്ട്, അകമേക്ക് തിരിഞ്ഞാൽ അമൃതാനുഭവമുണ്ട്. ഇതാണ് ഗുരുദേവൻ ആത്മോപദേശ ശതകത്തില് വിഷമയെന്നും സമയെന്നും സമയെന്നും അന്യയെന്നും വിദ്യയെന്നും അവിദ്യയെന്നും ഒക്കെ പല പേരുകൾ മാറ്റി 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 പറയണം. അവിദ്യാവിരോധിനി എന്നും ഒക്കെ പല പേരുകൾ മാറ്റി പറയണു. നമ്മളുടെ ശ്രദ്ധ പുറമേക്കാണ് തിരിയണതെങ്കിൽ ഇവിടെ രണ്ടും
നമ്മളുടെ മുമ്പിലുണ്ട്. ശ്രദ്ധ പുറമേക്ക് തിരിയുമ്പോ അത് ജഡശക്തിയായിട്ട് മാറും. അതിനെ നമ്മൾ മനസ്സെന്ന് വിളിക്കും. ലളിതാ സഹസ്രനാമത്തില് 2 നാമം, ചിത് ശക്തി ചേതനാരൂപ, ജഡശക്തി ജഡാത്മിക. ഒരേ ശക്തി തന്നെയാണ്, അവിദ്യാസ്വരൂപിണി. ആ ശക്തി അകമേക്ക് തിരിയുമ്പോ ചിത് ശക്തിയായി തീരുകയും പുറമേക്ക് തിരിയുമ്പോ ജഡശക്തിയായി തീരുകയും ചെയ്യും. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചു, മനസ്സെന്താണ്, ആത്മാവ് എന്താണ്? ഭഗവാന്റെ ഉത്തരങ്ങളൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വരുമ്പോ അത്യത്ഭുതമായിട്ടിരിക്കും. മഹർഷി പറഞ്ഞ ഉത്തരം, സെൽഫ് എക്സ്ട്രോവേർട്ടഡ് ഇസ് മൈൻഡ് ആൻഡ് മൈൻഡ് ഇൻട്രോവേർട്ടഡ് ഇസ് സെൽഫ് എന്നാണ്. ഇവിടെ രണ്ടില്ല. ഒരേ വസ്തു തന്നെ. അങ്ങോട്ട് തിരിഞ്ഞാൽ പുറമേക്ക് തിരിഞ്ഞാൽ മനസ്സാവും, അകമേ തിരിഞ്ഞ് അടങ്ങിയാൽ ബോധം, ചൈതന്യമാവും. എങ്ങോട്ട് തിരിയണു, എവിടെ നോക്കണു എന്നുള്ളത് ആശ്രയിച്ചിരിക്കും. സത്യദർശികളുടെ ദർശനമൊക്കെ ഒരേപോലെയാണ്. നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം, ജനനീ നവരത്നമഞ്ജരിയൊക്കെ ആദ്യം കാണുമ്പോ വളരെയധികം ആശ്ചര്യപ്പെട്ടു പോയി. എന്തൊരു സാമ്യത! മഹർഷി പറഞ്ഞ ഓരോ വാക്കുകളും ഗുരുദേവൻ മഹർഷി എഴുതുന്നതിന് മുമ്പ് എഴുതിയിട്ടുള്ളതാണ് ഈ കൃതി, ആത്മോപദേശ ശതകം. നാരായണ ഗുരുസ്വാമി ഇന്നലെ വന്ന് ഭഗവാനെ കണ്ടിട്ട്, രമണ മഹർഷിയെ കണ്ടിട്ട് പോണ കഥ പറഞ്ഞു. ഗുരുദേവൻ രമണ മഹർഷിയെക്കുറിച്ച് പറഞ്ഞ ഒരു കമന്റ് ഏകദേശം പ്രചാരത്തിൽ എല്ലാവർക്കും അറിയണതാണ്. ഗുരുദേവൻ പറഞ്ഞത് രാജസർപ്പം എന്ന് പറഞ്ഞു അത്രേ. രാജസർപ്പം എന്ന് വെച്ചാൽ അതങ്ങോട്ട് ഊതിയാ മതി എന്നാണ്. മഹർഷി പറഞ്ഞു, കുഞ്ചുസ്വാമിയാണ് എന്നോട് പറഞ്ഞത്, ഇതെന്തോ ഒരു 15-16 വയസ്സ് ഉള്ളപ്പോ കുഞ്ചുസ്വാമി ഇങ്ങനെ കാണുമ്പോ ചിലപ്പോ ചിലതൊക്കെ ചോദിക്കും. സ്വാമി ഇങ്ങനെ പറയും, ഭഗവാൻ പറഞ്ഞു അത്രേ, പൂർണ്ണ പുരുഷനാണ്, പക്ഷെ അദ്ദേഹത്തിന് നിയതി ചിലതൊക്കെ ചെയ്യേണ്ടത് ലോകത്തിലുള്ളത് കൊണ്ട് അദ്ദേഹം അങ്ങനെ ആരും അറിയാതെ ഇരിക്കണു. പൂർണ്ണ പുരുഷനാണെന്ന് പറഞ്ഞു. ആ വാക്ക് പറഞ്ഞത് പൂർണ്ണ പുരുഷനാണ്. പൂർണ്ണതയ്ക്ക് പൂർണ്ണതയെ അറിയാനൊക്കോ? മഹാപുരുഷന്മാരെ വാഴ്ത്താനല്ല അവരിവിടെ വരണത്. സ്വാമി രാമതീർത്ഥൻ വളരെ ധീരതയോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഡു നോട്ട് സെൽ യുവർ ലിബർട്ടി ടു ബുദ്ധ, ക്രൈസ്റ്റ് ഓർ കൃഷ്ണ. They came, all the prophets came to make you free. Do not enslave yourself to them. മഹാപുരുഷന്മാരൊക്കെ വരണത് അവരെന്ത് കണ്ടുവോ, അവരെന്ത് സത്യം അറിഞ്ഞുവോ ആ സത്യം നമ്മളിലും പ്രകാശിക്കാനായിട്ടാണ്. അത് പ്രകാശിച്ച് കാണുമ്പോഴേ അവരും സന്തോഷിക്കുള്ളൂ. അവരെ ആരാധിക്കുന്നത് കൊണ്ട് അവർ സന്തോഷിക്കില്ല, അവരെ പൂജിക്കുന്നത് കൊണ്ട് അവർ സന്തോഷിക്കില്ല. എന്നാൽ പൂജിക്കണ്ടെന്നോ ആരാധിക്കണ്ടെന്നോ അല്ല, അതൊക്കെ നമ്മളുടെ ഒരു ഭക്തിയെ, ആദരവിനെ കാണിക്കാൻ നമുക്കൊരു സുഖമുണ്ട്. ആ ഭക്തി ചെയ്യുമ്പോ അത് കാര്യം വേറെ. പക്ഷെ അവിടെ അതുമാത്രം കൊണ്ട് അവർ സന്തോഷിക്കില്ല. അവരേതൊരു സത്യം അറിഞ്ഞുവോ, ഏതൊരു അമൃതം കുടിച്ചുവോ, ആ അമൃതം നമ്മളും നുകർന്നാലേ അവർക്ക് സന്തോഷാവും. ആ അമൃതത്തിനെ ഓരോ ശ്ലോകത്തിലും നിറച്ചാണ് നമുക്ക് ഈ ആത്മോപദേശ ശതകത്തില് തന്നിരിക്കുന്നത്. സ്വയം അനുഭൂതി മണ്ഡലത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞ ഈ വാക്ക് ശ്രീവല്ലഭാചാര്യ സമ്പ്രദായത്തില് പ്രസ്ഥാന ചതുഷ്ടയം എന്ന് പറയും. സാധാരണ പ്രസ്ഥാനത്രയം എന്നാണ് ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഉപനിഷത്ത്. പ്രസ്ഥാന ചതുഷ്ടയം എന്ന് പറയും അവര്. എന്താന്ന് വെച്ചാൽ ബ്രഹ്മസൂത്രം, അതായത് കൃഷ്ണസ്യ വേദവാക്യാനി, കൃഷ്ണസ്യ വാക്യാനി, വ്യാസസ്യ വചനാനി, സമാധിഭാഷാച. കൃഷ്ണവാക്യം ഗീത, വ്യാസവചനം സൂത്രം, ബ്രഹ്മസൂത്രങ്ങൾ, വേദവചനം ഉപനിഷത്തുകൾ,
പിന്നെ സമാധിഭാഷ എന്നാണ് ഭാഗവതത്തിന് പറഞ്ഞതാണ്. സമാധിഭാഷ എന്ന്. എന്റെ വാക്കുകളൊക്കെ സമാധിന അനുസ്മര തദ്വിചേഷ്ടിതം എന്നാണ് വ്യാസന ഇൻസ്ട്രക്ഷൻ തന്നെ. സമാധിഭാഷ എന്നാണ്. മനോമണ്ഡലത്തിൽ നിന്നും എഴുതിയതല്ല, മനോമണ്ഡലത്തിൽ നിന്നും ചിന്തിച്ച് വിചാരം ചെയ്തൊക്കെ എഴുതിയതല്ല. അതുകൊണ്ട് അതിന് സമാധിഭാഷ എന്ന് തന്നെ ഒരു പേര് വെച്ചു. ആത്മോപദേശ ശതകം കാണുമ്പോ നമുക്കിതും സമാധിഭാഷയാണ്. സ്വയം അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് അനുഭവത്തിന്റെ വചനം, മനസ്സിന്റെ കലർപ്പ് കൂടാതെ. അപ്പോഴാണ് അതിന് അപൗരുഷേയം എന്ന് പറയണത് നമ്മൾ. എന്നുവെച്ചാൽ പുരുഷൻ എന്നിവിടെ അർത്ഥം വ്യക്തിയുടെ മനസ്സും അഭിപ്രായവും കൽപ്പനകളും ഒക്കെ കലരുമ്പോ ആ വാക്ക് ലൗകികമായിട്ട് തീരും. ഋഷിവചനം മനോമണ്ഡലത്തെന്ന് വരണതല്ല. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചു, ജ്ഞാനിക്ക് മനസ്സില്ലെന്ന് പറയണു. ഞങ്ങൾ ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം അത്രയും പൂർണ്ണമായി പെർഫെക്റ്റ് ആയിട്ട് എവിടുന്ന് ഉത്തരം വരണു? മഹർഷി പറഞ്ഞു, ദ സോഴ്സ് ഫ്രം വേർ ദ ക്വസ്റ്റ്യൻ അറൈസസ്, ഫ്രം ദ സെയിം സോഴ്സ് ദ ആൻസർ ഓൾസോ കംസ്. ഏത് മൂലത്തിൽ നിന്നാണോ ഈ ചോദ്യം ഉദിക്കണത് അവിടെ തന്നെയാണോ ഉത്തരവുമുള്ളത്. അത് ഈ ശരീരത്തുനിന്ന് വരണു, അത്രയേ ഉള്ളൂ. ഇവിടെ ഇന്നലെ നമ്മൾ പറഞ്ഞു, അഹം എന്ന അനുഭവം ജഡത്തിന്റെ അല്ല, ചൈതന്യത്തിന്റെ ആണ്, ബ്രഹ്മത്തിന്റെ ആണ് എന്ന് പറഞ്ഞു. സാക്ഷാത് പരമേശ്വരൻ തന്നെയാണ് അഹമഹമെന്ന അനുഭവരൂപത്തിൽ അപരോക്ഷമായി പ്രകാശിക്കുന്നത്. ശ്രുതിവചനം തന്നെ അങ്ങനെയാണ്. സാക്ഷാത് അപരോക്ഷം ബ്രഹ്മ യ ആത്മാ സർവാനുഭൂഹു എന്നാണ്. എല്ലാവരുടെയും അനുഭൂതിയിൽ ജീവൻ എന്ന വണ്ണം ഞാൻ എന്ന അനുഭവരൂപത്തിൽ പ്രകാശിക്കണത് അപരോക്ഷം എന്നാണ് വാക്ക്. എന്നുവെച്ചാൽ ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ്. ഇപ്പോ ഇവിടെ തന്നെ എനിക്ക് ഉള്ള അനുഭവം, ഞാൻ ഉണ്ടെന്നുള്ള അനുഭവം. അറിവിനെ വിട്ടത് ഞാനുമില്ല, എന്നെ പിരികിൽ അറിവുമില്ല. രണ്ടും പ്രകാശമാത്രമെന്നാണ്. രണ്ടും ഒരേ ചൈതന്യ പ്രകാശത്തിലാണ് ഞാൻ, നീ, അവൻ എന്നുള്ളതൊക്കെ തോന്നണത്. ഇതിനൊക്കെ സോഴ്സ്, ഇതിനൊക്കെ അധിഷ്ഠാനമായിട്ടുള്ള സ്വയം പ്രകാശം ജ്യോതി. ഗീതയില് ജ്യോതി എന്ന് ഭഗവാൻ പറഞ്ഞു. ജ്യോതിഷാമപി തജ്ജ്യോതി തമസഃ പരമുച്യത്തെ. തമസഃ പരമുച്യത്തെ എന്ന് വെച്ചാൽ നമ്മളുടെ ബാഹ്യപ്രകാശമല്ല എന്നർത്ഥം. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. എല്ലാവരുടെയും ഹൃദയത്തിൽ അഹമഹമെന്ന് അനുഭവപ്പെടുന്നത്, അഹമസ്മി എന്ന അനുഭവരൂപത്തിൽ ഏതൊന്ന് പ്രകാശിക്കണവോ അത് ശ്രുതിപ്രോക്തമായ ഋഷികളാൽ അനുഭവിക്കപ്പെട്ടതായ ആ ബ്രഹ്മം തന്നെയാണ്, ആ പൂർണ്ണ സത്യം തന്നെയാണ്. അതിനെ അറിയണമെങ്കിൽ എന്തു വേണം? ശ്രദ്ധയെ അതിനെ നേരെ തിരിച്ചുവിടണം. അതിനെ ഭജിച്ചിടണം എന്ന് പറഞ്ഞു. അതിനെ ഭജിക്കണമെന്നാണ്. മതി അതിൽ നിന്നും മാറാതെ അതിനെ ഭജിക്കണം എന്നും. നമുക്കിപ്പോ അകമേ തിരിഞ്ഞാൽ മനസ്സാണ് അറിയണത്, ചിത്തവൃത്തികൾ, ചിന്തകള്. പക്ഷെ ഈ ചിത്തവൃത്തികൾ എവിടെ ഉദിക്കണു? എവിടെയാണ് ഈ ചിത്തവൃത്തികൾ ഇങ്ങനെ അനുസ്യൂതം തുടർന്നു വരണത്? ഒരു ചിത്തവൃത്തിക്കും അടുത്ത ചിത്തവൃത്തിക്കും നടുവിലുള്ള വിടവിൽ എന്തുണ്ട്? കൃഷ്ണനെ കുറിച്ച് ചിന്തിച്ചു. എന്നിട്ട് അടുത്തതായി നാരായണ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞു. ഒരു ചിത്തവൃത്തി സമാപിച്ച് അടുത്ത ചിത്തവൃത്തി തുടങ്ങുകയാണ്. ഇതിന് രണ്ടിനും നടുവിൽ വിടവിൽ എന്തുണ്ട്?
ഒരു ചിത്തവൃത്തി സമാപിക്കുകയും അടുത്ത ചിത്തവൃത്തി തുടങ്ങുകയും ചെയ്യാണ്. ഒരു വൃന്ദാവനി ഗോസ്വാമി പാടി, സബ് വൃത്തി ഹേ ഗോപിക സാക്ഷി കൃഷ്ണസ്വരൂപ് ആപസുമേ ജലഗത് യേ ഹേ രാസ അനൂപ് എന്നാണ്. ഓരോ വൃത്തിയും ഗോപികയാണത്രേ. ഒരു ചിത്തവൃത്തി ഒരു ചിത്തവൃത്തിയും. അതിന്റെ നടുവില് ബീച്ചുമേ, നടുവില് വിടവില് ജ്വലകത്ത്. ജലകത്ത് എന്ന് വെച്ചാൽ ജ്വലിക്കുന്നു. എന്താ ജ്വലിക്കണത്? ശ്രദ്ധിക്കണില്ല നമ്മള്. ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴും അതുണ്ട്. ഭാഗവതത്തില് സപ്തമസ്കന്ധത്തിൽ നാരദൻ ഒരിടത്ത് പറയണു, സ്വാപഃ പ്രബോധയോഹോ സന്ധൗ യാ ചിതിഹി മോക്ഷദായിനി. സ്വാപഃ പ്രബോധയോഹോ സന്ധൗ, ഉറങ്ങുന്നതിനും ഉണരുന്നതിനും ഒരു സന്ധി സ്ഥാനം, നടുവ്. ഒരു ചിത്തവൃത്തിക്കും ഒരു ചിത്തവൃത്തിക്കും ഇടവിലുള്ള എന്തവിടെ ഉണ്ട്? ഒരു ഉത്തരമേ പറയാൻ പറ്റുള്ളൂ, ഞാനുണ്ട്. ആരാണോ ഈ ചിത്തവൃത്തി ഉദിക്കുന്നതിനും നിൽക്കുന്നതിനും മറയുന്നതിനും അധിഷ്ഠാനമായിട്ടിരിക്കുന്ന സത്ത, എന്റെ ഉണർവിന്റെ അനുഭവം, ഉണ്മയുടെ അനുഭവം, ഉള്ളതിന്റെ അനുഭവം. നാരായണ ഗുരുദേവൻ അറിവെന്നൊരു കൃതി പാടി. അതിൽ മുഴുവൻ അറിവ് അറിവ് അറിവ്, ധാരാളം അറിവാണ്. ആ കൃതി കാണുമ്പോ രമണ മഹർഷിയുടെ ഉള്ളത് 40 എന്ന കൃതി എനിക്ക് ഓർമ്മ വരും. ആദ്യത്തെ പാട്ട് മുഴുവൻ ഉള്ളത് എന്നുള്ള ഒറ്റ പദമാണ്. 14 പ്രാവശ്യം ഉള്ള 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 എന്നാണ്. ഉള്ളതലതുള്ള ഉണർ ഉള്ളതോ ഉള്ള പൊരുൾ ഉള്ളലറ ഉള്ളത്തെ ഉള്ളതാൽ ഉള്ളമെനും ഉള്ള പൊരുൾ ഉള്ളലെവൻ ഉള്ളത്തെ ഉള്ളപടി ഉള്ളതേ ഉള്ളൽ ഉണർവായേ ഉള്ളേ. ഒക്കെ ഉള്ള 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 ആണ്. ഉള്ളത് എവിടെ അനുഭവപ്പെടുന്നു? ഹൃദയത്തില്. ഹൃദയത്തിൽ അനുഭവപ്പെടണമെങ്കിൽ എന്താപ്പോ മനസ്സിലാവാത്തതെന്ന് വെച്ചാൽ, ഉള്ളൽ അറ ഉള്ളത്തെ ഉള്ളതാൽ. 2 വാക്ക് ഭഗവാൻ അവിടെ പ്രയോഗിച്ചു. ഒന്ന് ഉള്ളൽ, ഒന്ന് ഉള്ളത്. ഇത് ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്യുകയാണെങ്കിൽ ബിക്കമിങ് ആൻഡ് ബീയിങ്. ബിക്കമിങ് ആണ് ഈ ഉള്ളൽ. സത്തിന്റെ സ്വഭാവത്തിനെ തന്റേതാക്കിക്കൊണ്ടുള്ള മനസ്സിന്റെ മൂവ്മെന്റ്, ചലനം. മനസ്സെപ്പോഴും ചലിക്കുന്നത് ഒരേ രൂപത്തിലാണ്. ശ്രദ്ധിച്ചാൽ കാണാം, എന്തോ ആയിത്തീരാനുള്ള വ്യഗ്രതയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. ആവണം ആവണം ആവണം. ഇപ്പൊ സത്സംഗത്തിലിരുന്നാലും ആവണം, ഞാൻ ജ്ഞാനിയാവണം, എനിക്ക് ആത്മാവിനെ അറിയണം, എനിക്കിത് മനസ്സിലാവണം. ഇപ്പോ ഉള്ളതിനേക്കാളും എന്തോ ഒന്ന് അങ്ങടേക്ക് ചലിക്കണം. ഈ മൂവ്മെന്റാണ് മനസ്സിന്റെ മുഴുവൻ. ആ ആയിത്തീരാനുള്ള വ്യഗ്രതയിൽ എന്താ പറ്റണമെന്ന് വെച്ചാൽ ഉള്ളതിനെ ശ്രദ്ധിക്കണില്ല. പൂർണ്ണതയുടെ മേലെയാണ് ഈ മനസ്സ് അപൂർണതയുടെ പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് എന്തോ നേടിയെടുത്ത് ഞാൻ ആവണം 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 എന്ന് ചലിക്കണത്. അതിനാണ് നമ്മള് ഭവരോഗം എന്ന് പറയുന്നത്. ഭവിക്കാനുള്ള ആഗ്രഹം ഒരു രോഗമാണ്, ഒരു ഡിസീസാണ്. ഞാനിപ്പോ ഒന്നാണ്, നാളെ എന്തോ ആവാൻ പോണു. അതുകൊണ്ടാണ് ശ്രീശങ്കരൻ ഉപനിഷത് ഭാഷ ആരംഭിക്കുമ്പോ പറഞ്ഞു, ന ഉത്പാദ്യം ന ആപ്യം ന സംസ്കാര്യം ന വികാര്യം ന കർത്തൃഭോക്തൃരൂപം വാ. ഈ 5 കാര്യം അറിഞ്ഞാല് നമ്മളുടെ അഹങ്കാരത്തിന്റെ സകല മൂവ്മെന്റ് നിരോധിക്കപ്പെടും. എന്താന്ന് വെച്ചാൽ അതിന് ജീവിക്കണമെങ്കിൽ ഹോപ്പും വെച്ചുകൊണ്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. എന്തോ കിട്ടണം, എന്തോ കിട്ടാൻ പോണു, എന്തോ ആവാൻ പോണു, ഞാൻ എന്തോ ആയിത്തീരാൻ പോണു, എന്തോ നേടിയെടുക്കാൻ പോണു, എന്തോ സാധിക്കാൻ പോണു. ലോകത്തിൽ അതിനെ സാധിക്കാം, പക്ഷെ അകമേയും ഇതേ സ്വപ്നത്തിനെയും കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അധ്യാത്മ വിഷയത്തിൽ ഇത് ഫലിക്കാത്തത്. ലോകത്തിൽ ഇത് കൂടാതെ കഴിയില്ല. ലോകത്തിൽ എന്തെങ്കിലും ആവണമെങ്കിൽ പഠിക്കണം, പ്രവർത്തിക്കണം, ആയിത്തീരണം. അകമയ്ക്ക് ഈ മൂവ്മെന്റ് ഫലിക്കില്ല, ഈ ചലനം ഫലിക്കില്ല. എന്തോ ആയിത്തീരാനുള്ള വ്യഗ്രത. ആ ആയിത്തീരാനുള്ള വ്യഗ്രതയിൽ എന്തൊക്കെ ദോഷമുണ്ട് എന്ന് വെച്ചാൽ, ആദ്യം ഞാനൊരു വ്യക്തിയാണ് എന്നുള്ള അഭിമാനം, പിന്നെ നീ അവൻ എന്നുള്ളതൊക്കെ. ആ മനസ്സുദിക്കുമ്പോഴാണ് 1000 ത്രിപുടി വന്ന ആശു തതിൻ മതിമറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് എന്നൊക്കെ പറഞ്ഞത്. അത് ഉദിച്ചതും മനസ്സുദിച്ചതും
മനസ്സ് ഉദിക്കണത് എങ്ങനെയാ? ഞാൻ, നീ, അവൻ. ഇതാണ് മനസ്സ്. ഞാൻ, എന്റെ മുമ്പിലുള്ള നീ, എനിക്കറിയാതെ പടർന്നു കിടക്കുന്നവൻ. തമിഴില് തന്മൈ മുൻനിലൈ പടർക്കൈ എന്ന് പറയും. തന്മൈ ഞാനാണ്, മുൻനിലൈ മുമ്പിൽ നിൽക്കുന്ന ആളാണ്, പടർക്കൈ എന്ന് വെച്ചാൽ പിന്നെ അവിടെയൊക്കെ ഉള്ള ആളുകളാണ്. പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷൻ, ഉത്തമ പുരുഷൻ. മുമ്പിലുള്ള ആള്, മധ്യമത്തിലുള്ള ആള്, ഉത്തമൻ. അപ്പോ ഈ മൂന്നും ഒന്നിച്ചു ഉദിക്കുകയും ഒന്നിച്ച് അസ്തമിക്കുകയും ചെയ്യും. ഇപ്പൊ നമുക്ക് മനനത്തിലേക്ക് വരാം. ഗുരുദേവൻ മനനത്തിന് വളരെ വ്യക്തമായിട്ട് വഴി കാണിച്ചു. എന്തിനെയാണ് ആരായേണ്ടത് എന്ന് പറഞ്ഞു. ഇന്നലെ നമ്മൾ ആ വിഷയം തുടങ്ങി വെച്ചു. ആദ്യമായി ഉണ്ടാവണ അഭിമാനവൃത്തിയെ, ഞാൻ എന്നുള്ള പ്രതീതിയെ അതിന്റെ മൂലത്തിൽ നിന്നും ഉദിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ വികല്പങ്ങൾ അനേകം ഉണ്ടാവും. അല്പമൊന്ന് അജാഗ്രതയായാൽ ഞാനെന്നൊരു പ്രത്യേക ഒരാളുണ്ട് എന്ന് തോന്നും. ജീവിതം മുഴുവൻ മഹർഷി ഉപയോഗിച്ച മാർഗം പലപ്പോഴും ചിലർ ചോദ്യം ചോദിച്ചാൽ ഉത്തരം കൊടുക്കുന്നതിന് പകരം ചോദ്യം ചോദിക്കുന്ന ആളാരാ ചോദിക്കും. ഡൗട്ട് ദ ഡൗട്ടർ. പിന്നെ ഡൗട്ടൊന്നും ചോദിക്കാൻ പറ്റില്ല. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കണ ആളാരാ? ഞാനാണ് ചോദിക്കണത്. ഈ ഞാനാരാ? ഇത് വലിയ അനുഗ്രഹമായിരുന്നു. പക്ഷെ ചില പണ്ഡിതന്മാർക്ക് ഇതൊന്നും മനസ്സിലായില്ല. കപാലി ശാസ്ത്രി എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ, അദ്ദേഹം പറയും, ഭഗവാൻ ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കില്ലെങ്കിൽ ചോദ്യം ചോദിക്കാം എന്നാണ്. ഈ ബ്രഹ്മാസ്ത്രം എന്താന്ന് വെച്ചാൽ ചോദിക്കണ ആളാരാന്ന് ചോദിച്ചാൽ പിന്നെ ഒന്നും ചോദിക്കാൻ പറ്റില്ല. പക്ഷെ അത് വലിയ അനുഗ്രഹ. പലരും ഈ ഒറ്റ ചോദ്യം കൊണ്ട് തന്നെ അവർക്ക് കിട്ടേണ്ടത് കിട്ടി സംതൃപ്തരായിട്ടുണ്ട്. ആരാ ചോദിക്കണമെന്ന് ചോദിച്ചാൽ ഞാനാണ്. ഈ ഞാൻ എന്താ? അത് ദീക്ഷയാണ്. ഈ ഞാൻ ആരാണ്, ചോദിക്കണ ആളാരാന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് പറയാൻ ഇയാൾക്ക് സാധിക്കില്ല ആ സന്നിധിയില്. ഈ ഞാനെന്താ? ഞാനെന്ന് പറയണത് എന്താ? ഞാനെന്ന് പറയണല്ലോ, ഇത് എന്താ? ഈ അനുഭവം ഉണ്ടാവുക എന്ന് പറയുന്നത് പരോക്ഷബോധനമാണ്. പലപ്പോഴും ഉണ്ടാവുന്നത് അപരോക്ഷാനുഭവമാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് സത്യത്തിനെ കാണിച്ചു തന്ന് നമ്മളെ ആ സ്ഥിതിയിൽ ഇരുത്തലാണ് ഒരു ഗുരുവിന്റെ, ദേശികന്റെ ജോലി. അതാണ് പറഞ്ഞത്, പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിയിടണം. ഈ പിറപ്പൊഴിഞ്ഞു വാഴുക എന്ന് പറഞ്ഞാൽ, പിറപ്പ് എന്ന് പറയുന്നത് അഹങ്കാരത്തിന്റെയാണ്. ഉള്ളിലുള്ള സത്യത്തിന് മരണവുമില്ല, പുറപ്പുമില്ല. അത് നിത്യനിരന്തരം പൂർണ്ണവസ്തുവാണ്. ഈ പിറപ്പ് എന്നൊക്കെ പറയണത് ഒഴിയാന്ന് പറഞ്ഞാൽ, ജ്ഞാനദാർഢ്യം ഉണ്ടായ ആൾക്കറിയാം ഈ അഹങ്കാരത്തിന്റെ പിറപ്പ് തന്റെ പിറപ്പല്ല. ഈ അഹങ്കാരം ഉദിക്കുക അസ്തമിക്കുകയൊക്കെ അനാദി ലീലയത്രയെന്നാണ്. ഇതൊക്കെ ഒരു ലീലയാണ്, ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കും. ഏകോഹം ബഹുസ്യാം എന്ന് ആ സത്യം തന്നെ തീരുമാനിച്ച് കളിക്കണതാണ്. ഇതൊന്നും തന്നെ അധിഷ്ഠാനത്തിൽ ഒരു മാറ്റവും വരാതെ നടക്കുന്ന ഒരു ലീല മാത്രമാണ്. ശ്രദ്ധ ഇതിനു പുറകിലുള്ള അധിഷ്ഠാനത്തിൽ സത്തയിൽ പോയാൽ ആ അനുഭവജ്ഞാനിക്ക് അറിയാം ഇവിടെ മരണവുമില്ല, പുറപ്പുമില്ലെന്ന്. ആ ദാർഢ്യം, ആ അനുഭവദാർഢ്യമുള്ള ആളെയാണ് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനം എന്ന് പറഞ്ഞത്. അയാൾക്ക് എന്തറിയാം? അയാൾ എന്താ ഇപ്പൊ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, നിങ്ങൾക്കും പിറപ്പില്ലെന്നും നിങ്ങളും ജനിച്ചിട്ടില്ലെന്നും നിങ്ങളും ഞാനും രണ്ടല്ലെന്നും ബോധിപ്പിക്കാനാണ്. ഭാഗവതത്തിൽ പുരഞ്ജനോപാഖ്യാനത്തിൽ അങ്ങനെയാ. ഇയാൾ കിടന്ന് കരയാ, എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ടവരൊക്കെ മരിച്ചുപോയല്ലോ, ഞാനിങ്ങനെ സംസാരിയാണെന്ന് പറഞ്ഞ് കരയുമ്പോ അകമേ പുറമേ നിന്നും തട്ടി വിളിച്ചിട്ട് ചോദിക്ക, നീ ആരാ? നീ ഈ വിദർഭദുഹിതയോ പുരഞ്ജനനോ ഒന്നുമല്ല. നിനക്കും എനിക്കും യാതൊരു ഭേദമില്ല. ഞാനും നീയും ത്വമേവാഹം വിചക്ഷഭോഹോ നനൗ പശ്യന്തി കവയഃ ഛിദ്രം ജാതു അനാഗപി. തനിക്കും എനിക്കും ഒരല്പഛിദ്രം, ഒരു ചെറിയ സ്പേസ് പോലും അറിവുള്ളവർ കാണുന്നില്ല. നമ്മൾ രണ്ടും ഒന്നാണ് ആണ്. ഇത് പറയാനാണ് ഗുരുവേ. അല്ലാതെ ഗുരു നീ ശിഷ്യനാണ് ഞാൻ ഗുരുവാണെന്ന് പറയാനല്ല. എപ്പോ ശ്രീശങ്കരൻ ഗോവിന്ദ ഭഗവത്പാദരെ നീ ആരാണെന്ന് ചോദിച്ചപ്പോ
ഞാൻ അങ്ങയുടെ ശിഷ്യനാണെന്ന് പറഞ്ഞില്ല. ന ശാസ്ത്രം ന ശാസ്ത ന ശിഷ്യോ ന ശിക്ഷ ന ചത്വം ന ചാഹം ന ചായം പ്രപഞ്ച സ്വരൂപാവബോധാത് വികൽപ്പ അസഹിഷ്ണു തദേകോ വശിഷ്ട ശിവ കേവലോകം. വികൽപ്പത്തിനെ ഇരുത്തിപ്പൊറുപ്പിക്കാത്തതായ അറിവാണ് ഞാനെന്നാണ്. അവിടെ ശാസ്താവെന്നും ശാസ്ത്രമെന്നും ഗുരുവെന്നും ശിഷ്യനെന്നും പ്രപഞ്ചമെന്നും പ്രപഞ്ചത്തിനെ കാണുന്നവനെന്നും ഒരു ഭേദമില്ല. കേവല ചിത് സ്വരൂപം, ചിദാനന്ദം മാത്രമേ ഉള്ളൂ. ഒരു ശിവം മാത്രമേ ഉള്ളൂ. ആ ശിവമേ ഉള്ളൂ. അതിൽ ഞാൻ നീ ഒന്നുമില്ല. ഇത് ബോധിപ്പിക്കാനാണ് ഗുരുവേ ദേശികൻ. ഭാഗവതത്തിലും ഉദ്ധവർക്ക് കൃഷ്ണൻ ഉപദേശിച്ചു കൊടുത്ത് ഉദ്ധവർ അവസാനം ചോദിക്കണു, എനിക്ക് മനസ്സിലാവണില്ല ഭഗവാൻ എന്ന്. എനിക്ക് സംശയം തീരണില്ലല്ലോ. ആളുകൾ പറയണത്, സാധാരണ പറയണത് സിമ്പിളായിട്ട് പറയണം എന്ന് പറയും. സിമ്പിളായിട്ട് പറയണം എന്നുള്ളത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാവുന്ന ലൗകികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് വളരെ സിമ്പിളായി എന്നാണ്. എന്നാ ഇപ്പൊ സത്യം കിട്ടിയോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല. എന്തൊക്കെയോ പറഞ്ഞു. നമ്മൾക്ക് ഇപ്പോ വീട്ടിന്റെ മുമ്പിൽ ഇരുന്ന് വെടി പറയണതിന് പകരം അവിടെ പോയിരുന്ന് വെടി പറഞ്ഞു, അപ്പോ മനസ്സിലായി എന്നാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഈ മനസ്സിലാവുന്നതിന് വളരെ പ്രാധാന്യം കൊടുക്കുകയാണ്. കുറേ കാലം മനസ്സിലായി കഴിഞ്ഞിട്ട് നോക്കും, കുറെ മനസ്സിലായി ഒക്കെ മനസ്സിലായി. എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കണു. ഇതാണ് മനസ്സുണ്ടാക്കണ ഭ്രമം. മനസ്സിലാവുകയൊക്കെ ചെയ്തു, പക്ഷെ എനിക്ക് ശാന്തിയൊന്നും വന്നില്ല. തായ്മാനവർ പറയുന്നു, കറ്റ അറിവാൽ ഉണൈവാൻ നാൻ കണ്ടവൻ പോൽ സൂത് ആടിൽ കുറ്റം എന്ന് എൻ നെഞ്ചേ കൊതിക്കും പരാപരമേ. ഞാനൊക്കെ പഠിച്ച് കണ്ടു എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കാണുന്നില്ല. മനസ്സിന് ശാന്തി ഉണ്ടാവണില്ല, ആനന്ദം ഉണ്ടാവണില്ല, തൃപ്തി ഉണ്ടാവണില്ല. അപ്പോ അറിയൽ മാനസിക പ്രക്രിയ ആയിരിക്കുന്നവരെ അത് ഒരു തലം വരെ എത്തിയുള്ളൂ. അപ്പൊ ഭാഗവതത്തിൽ ഉദ്ധവർക്ക് ഭഗവാൻ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഉദ്ധവർ പറയാ, എനിക്ക് സംതൃപ്തി ആവണില്ലല്ലോ, തൃപ്തി ആവണില്ലല്ലോ. അപ്പോ കൃഷ്ണൻ ആർക്കും മനസ്സിലാവാത്ത ചില ശ്ലോകങ്ങൾ ചൊല്ലി. വ്യാഖ്യാതാക്കളൊക്കെ വിഷമിച്ചിരിക്കണ ഒരു 2-3 ശ്ലോകം. അത് ശ്രീധരിയും അത്ര വ്യക്തമല്ല. വ്യാഖ്യാനം പറയുമ്പോഴൊക്കെ ആളുകൾ പലരും ഭാഗവത പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ട് ഇത് പിടികിട്ടില്ല. ഉദ്ധവര് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ഒന്നുകൂടെ മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താന്ന് വെച്ചാൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തതിന് കാരണം പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കണം. അതിനു പകരം യാതൊരു ഈ ചോദ്യത്തിനോട് യാതൊരു ബന്ധമില്ലാത്തൊരു പ്രകരണം തുടങ്ങിയിട്ട് സയേഷ ജീവോ വിവരപ്രസൂതി പ്രാണേന ഘോഷേണ ഗുഹാം പ്രവിഷ്ട എന്ന് പറഞ്ഞൊരു പ്രകരണം തുടങ്ങാണ്. വളരെ ആശ്ചര്യമാണത്. അതായത് എനിക്ക് മനസ്സിലായില്ല എന്ന് ഉദ്ധവർ പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞത്, ഈ മനസ്സിലായില്ല എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അയാള് നീയല്ലപ്പാ. അയാള് ഒരു സുഷിരത്തിൽ നിന്നും പൊന്തി വന്നിട്ട് വിവരപ്രസൂതി. നമ്മൾ മലയാളത്തിൽ വിവരം എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് അല്ലേ. വിവരം എന്ന് വെച്ചാൽ ദ്വാരം, ഹൃദയത്തിലൊരു സുഷിരം, ഹൃദയ സുഷിരം. ദിവസം ഉറക്കത്തിൽ ആ സുഷിരത്തിൽ പോയി ലയിക്കുന്നു എന്നൊക്കെയാണ് കൽപ്പന. വേദത്തിലും അങ്ങനെയുണ്ട്, നാരായണ സൂക്തത്തിലൊക്കെ പറയണു ഒരു സുഷിരമുണ്ട്, ആ സുഷിരത്തിനകത്ത് എല്ലാം അടങ്ങിക്കിടക്കണു, ആ സുഷിരത്തിൽ നിന്ന് എല്ലാം ഉദിക്കണു എന്നാണ്. ഈ സുഷിരത്തിൽ നിന്ന് ആദ്യം പിറക്കുന്നവനാരാ? ഏഷ ജീവ. ഈ ജീവൻ ഞാൻ എന്ന് പറഞ്ഞ് ഉദിച്ചു. നമുക്കിതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഉറക്കത്തിനെ വെച്ചുകൊണ്ട് നോക്കണം. ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ആദ്യം ഉദിക്കണത് ഞാൻ എന്നുള്ള പ്രതീതിയാണ്. പിന്നെയാണ് ലോകം, മറ്റുള്ളവരൊക്കെ വരുന്നത്. എന്നിട്ടാണ് പറയണത് എനിക്ക് മനസ്സിലായില്ല. വേദാന്ത സമ്പ്രദായത്തിലൊരു കഥയുണ്ട്. ഒരു ശിഷ്യൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാവണില്ല. ഗുരു പറഞ്ഞു സാരമില്ല എന്ന്. ശിഷ്യൻ പറഞ്ഞു, അല്ല, അങ്ങ് എനിക്ക് മനസ്സിലാക്കിപ്പിച്ച് തരണം. അപ്പൊ ഗുരു പറഞ്ഞു, ഞാൻ സന്ദർഭം പോലെ മനസ്സിലാക്കിപ്പിച്ച് തരാം എന്ന് പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് ശിഷ്യൻ ഇങ്ങനെ ഉറക്കം വന്ന് 12-1 മണി വരെ ഇരുത്തി. എന്നിട്ട് പോയി കിടക്കാൻ പറഞ്ഞു. ഇയാള് വളരെ ക്ഷീണിച്ചു പോയി നല്ലവണ്ണം അങ്ങോട്ട് ഉറങ്ങിയപ്പോ ഉറക്കത്തിലേക്ക് അങ്ങോട്ട് വീണു എന്ന് കണ്ടപ്പോ എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞുതരാം, ഇരിക്കുന്നു. അയ്യോ വേണ്ട, എനിക്ക് അറിയണ്ട, എനിക്ക് അതൊന്നും മനസ്സിലാവണ്ടെന്നാണ്. എന്താ പറ്റിയെന്ന് വെച്ചാൽ മനസ്സിലാവണതൊന്നും ഇവിടെ തുച്ഛമാണ്. എന്താന്ന് വെച്ചാൽ
അതിസുഖമെന്ന് അനിശം കഥിക്കയാലേ. ഒരു സുഖം, ഒരു പരമസുഖം അവിടെ ഉണ്ട്. അതിനോട് ഉപമിക്കുമ്പോ ഈ ക്ലാരിറ്റി, അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ തുച്ഛമായിട്ട് പോവുകയാണ്. ബ്രെയിനിന്റെയും മനസ്സിന്റെയും പ്രവൃത്തികളൊക്കെ ഇനി എഴുന്നേൽപ്പിക്കാൻ താൻ തയ്യാറല്ല. അവിടെ ഞാനില്ല, നീ ഇല്ല, ഒന്നുമില്ല. എഴുന്നേറ്റാൽ ഇതൊക്കെ വന്നുപോകും, വേണ്ടെന്ന് പറയണം. അപ്പോഴാണ് ശരി, എന്നാ പോയി ഉറങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത ദിവസം പറഞ്ഞു, നീ ഇത് മനസ്സിലാക്കലാണെന്ന് എന്റെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞു. എന്നിട്ട് നിന്നെ ഉറക്കത്തിൽ ഞാൻ എഴുന്നേൽപ്പിച്ചപ്പോ എനിക്ക് വേണ്ട നീ പറഞ്ഞത് എന്തേ? അദ്ദേഹം പറഞ്ഞു, അറിയാൻ വയ്യ, ഒന്ന് മനനം ചെയ്ത് നോക്കൂ. പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നാണ്. എന്തുകൊണ്ടാ നീ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു? ഇത്രയധികം നീ ആശിച്ച വസ്തു നിനക്ക് കൊണ്ടു തന്നപ്പോ വേണ്ടാന്ന് പറയാൻ കാരണം എന്താ? പതുക്കെ 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 മനനം ചെയ്തു. ആ സ്ഥിതിയിൽ നിന്നും താൻ എഴുന്നേറ്റ് വന്നതിനെ ഒന്ന് അനുസന്ധാനം ചെയ്തു നോക്കി. അപ്പോഴാണ് കാണുന്നത് ആ സ്ഥലത്തുണ്ടായിരുന്ന ആ സുഖം. അവിടുന്ന് നമ്മള് ഒരു സന്ധിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. അതായത് പടിവാതിൽക്കൽ നിൽക്കണ പോലെ അകമേയും കാണാം, പുറമേയും കാണാം. അപ്പൊ അകമേ നിന്നുള്ളതിന്റെ ഒരു അവ്യക്തമായ ഒരു ഓർമ്മയോടുകൂടിയാണ് ഈ പുറമേക്ക് വന്നത്, ഒരു വേഗ് റിക്കളക്ഷൻ. അപ്പോ വാസ്തവത്തിൽ ആ സുഷുപ്തിയിൽ എന്തുണ്ടായി? ഇതുവരെ നാം ഒരു വസ്തുവിങ്ങറിഞ്ഞീല അതിസുഖമെന്ന അനിശം കഥിക്കയാല്. ഈ ശ്ലോകത്തിന് സാധാരണ ഒരു അർത്ഥം പറഞ്ഞിട്ടുണ്ട്. സുഷുപ്തിയുടെ കഥയും ഏകദേശം ഇതുപോലെയാണ്. ഞാൻ ഒന്നും അറിഞ്ഞില്ല, സുഖമായിരുന്നു. സുഖമഹം അസ്വാപ്സം നകിഞ്ചിത് അവേദിഷം. അവിടെ എന്തുണ്ടായി? മതിമുതലായവ മാറിയാലും അവിടെ ബുദ്ധിയില്ല, മനസ്സില്ല, ശരീരമില്ല, വ്യക്തിത്വമില്ല. ആത്മസ്വതയഴിയാതെ അറിവെന്നു ചൊല്ലിടേണം. അവിടെ സുഖമായിരുന്നു എന്ന് പറയണു, ഒന്നും അറിഞ്ഞില്ല എന്നും പറയണു. ഈ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയണത് ബുദ്ധിയാണ്. എന്താന്ന് വെച്ചാൽ ബുദ്ധിക്ക് അവിടെ പ്രവേശമില്ല. പക്ഷേ സുഖമായിരുന്നു എന്ന് പറഞ്ഞത് ബുദ്ധിയല്ല. ഇത് രണ്ടും പിരിച്ചു നോക്കണം. ആ സുഖം സാധാരണ സുഖവുമല്ല. പക്ഷെ ഈ ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ഒരു എലമെന്റ് ഉണ്ടല്ലോ, അതിനാണ് ആവരണം എന്ന് പറയുന്നത്. ഈ ആവരണം ഉള്ളത് കൊണ്ട് ആ സുഖത്തിന്റെ സ്വരൂപം നമുക്കൊട്ട് ബോധവാന്മാരാവാൻ പറ്റണില്ല. സുഖമുണ്ട്, പരമസുഖമുണ്ട്. നമ്മൾ അന്വേഷിക്കുന്ന പൂർണ്ണ സുഖമുണ്ട്. ആ സുഖത്തിനോട് ഒന്നും ചേർക്കാനോ അതിൽ നിന്നും ഒന്നും എടുക്കാനോ സാധ്യമല്ല. ഈ പറഞ്ഞ പോലെ ഇപ്പൊ വേദാന്ത വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുത്ത പോലെ ഒരു ചക്രവർത്തിയുടെ അടുത്ത് പകുതി രാത്രി ഉറക്കത്തിൽ എഴുന്നേപ്പിച്ച് സാമ്രാജ്യം, ഇനിയിപ്പോ ലോകത്തിലുള്ള സാമ്രാജ്യം മുഴുവൻ അയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാലും അയാൾ വേണ്ടാന്ന് പറയും. എന്താന്ന് വെച്ചാൽ എല്ലാറ്റിനേക്കാളും വലിയതായ സുഖം, പൂർണ്ണത, നിറവ്, തികവ് അവിടെ ഉണ്ട്. പക്ഷെ ആ തികവ് ജാഗ്രതയിലുള്ള ബ്രഹ്മജ്ഞാനത്തിന് പ്രയോജനപ്പെടണമെങ്കിൽ അതിനെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ബുദ്ധി മനനം ചെയ്ത് സത്യസാക്ഷാത്കാരം നേടണം, അല്ലെങ്കിൽ പറ്റില്ല. അതാണ് വ്യത്യാസം. എന്താന്ന് വെച്ചാൽ ആവരണം ഒഴിയാത്തത് കൊണ്ട്, ആവരണം ബുദ്ധിയിലാണ്, ആത്മാവിലല്ല. ആവരണം തൽക്കാലത്തേക്ക് ഇപ്പൊ ബുദ്ധിയിലാണ്. ഈ ബുദ്ധി തന്നെ ഒരു ആവരണമാണ്. ശ്രുതി പറയണത് യഥാ പഞ്ചാപതിഷ്ഠന്തെ ജ്ഞാനാനി മനസാ സഹ ബുദ്ധിശ്ചന വിചേഷ്ടത്തെ താമാഹു പരമാം ഗതി. ബുദ്ധി അറിയുന്നു എന്നും പറയും, അറിഞ്ഞില്ല എന്നും പറയും. രണ്ടും ആവരണമാണ്. ബുദ്ധി എനിക്ക് ലോകവിഷയങ്ങളൊക്കെ അറിഞ്ഞു എന്ന് പറയണതും ആത്മാവിനെ അറിഞ്ഞു എന്ന് പറയണതും ആത്മാവിനെ അറിഞ്ഞില്ല എന്ന് പറയണതും ആവരണമാണ്. കാരണം അറിഞ്ഞില്ല എന്ന് ആര് പറയണു? ഈ മൈക്ക് പറയില്ലല്ലോ. 3 ദിവസം ആത്മോപദേശ ശതകം കേട്ടു, എനിക്കൊന്നും അറിഞ്ഞില്ല എന്ന് അത് പറയില്ല, അറിഞ്ഞു എന്നും പറയില്ല. നമ്മളാണ് എനിക്ക് മനസ്സിലായി എന്നും മനസ്സിലായില്ലെന്നും പറയണത്. രണ്ടും പറയണമെങ്കിൽ സാക്ഷിയായ അറിവ്, ജ്ഞപ്തി, അവബോധം അവിടെ ഉണ്ടാവണം. ആ അവബോധം ജാഗ്രതയിൽ നമുക്കതിന്റെ സ്വരൂപം വെളിവാവുന്നില്ല, സുഷുപ്തിയിലും വെളിവാവുന്നില്ല. എങ്കിലും വേഗമായിട്ട് വളരെ അവ്യക്തമായിട്ട് ഒരു ഓർമ്മയോടുകൂടെ എഴുന്നേൽക്കുമ്പോ എനിക്ക് വേറെ ഒന്നും വേണ്ട, ആ സുഖം അത്ര കണ്ടുണ്ട്. ആ സുഖം വാസ്തവത്തിൽ എന്താണ്?
നമ്മൾ ജാഗ്രതത്തില് ശരീരമുണ്ട്, മനസ്സുണ്ട്, ഞാനുണ്ട്. സ്വപ്നത്തിൽ ശരീരമില്ല, മനസ്സ് മാത്രം പ്രവർത്തിക്കണു, ഞാനുണ്ട്. സുഷുപ്തിയില് ശരീരമില്ല, മനസ്സില്ല, ഞാനുണ്ട്. ഇത്തിരി വൈകിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഈ വ്യക്തിയായി ഞാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. അതിനാണ് ഇത്തിരി നിന്നത്. എന്നുവെച്ചാൽ ഈ വ്യക്തിത്വം അവിടെ ഇല്ല. അപ്പൊ ചിലരൊക്കെ ഉറക്കത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയും. എന്നാ നിങ്ങൾ മരിച്ചുപോയോ എന്ന് ചോദിച്ചാൽ ഇല്ലല്ലോ, ഞാൻ ഉണ്ടായിരുന്നു, സുഖമായിരുന്നു. അപ്പൊ രണ്ട് ഞാനിനെ കൽപ്പിക്കേണ്ടി വരുന്നു ഇപ്പോ. എന്താന്ന് വെച്ചാൽ ഒന്ന് ഈ അഭിമാന രൂപത്തിലുള്ള, അഹങ്കാര രൂപത്തിലുള്ള, പേഴ്സണാലിറ്റി രൂപത്തിലുള്ള ഞാൻ. ഒന്ന് മറ്റേത് ഇംപേഴ്സണൽ ഐ, റിയൽ ഐ, അഹം പൊരുൾ എന്ന് ഗുരുദേവൻ പറഞ്ഞു. അഹം പൊരുൾ, അഹം എന്നതിന്റെ ഇമ്പോർട്ട്, ലക്ഷ്യാർത്ഥം, വാസ്തവത്തിലുള്ള സത്ത, ഇരുപ്പ്, പൂർണ്ണത, ബോധം, പ്രജ്ഞാനം. അത് സ്വതയഴിയാതെ, അതൊരിക്കലും അതിന് യാതൊരു മാറ്റവും വരണില്ല. അത് എപ്പോഴും തന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും കൂടാതെ, പൂർണ്ണത്വത്തിന് ഒരു കുറവും കൂടാതെ എപ്പോഴും പ്രകാശിക്കുന്നു. എന്നുവെച്ചാൽ ഇപ്പൊ ഇവിടെ പ്രകാശിക്കണമെന്നർത്ഥം. ഇപ്പോ ഇവിടെ തന്നെ നിങ്ങൾ അതാണെങ്കിലേ അതാവാൻ പറ്റുള്ളൂ, ഭാവിയിലാവാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പൊ തന്നെ ആ പൂർണ്ണ വസ്തുവാണ്, ഈ ശരീരമല്ല. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാതിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. യത്പരം സകലവാഗ ഗോചരം ഗോചരം വിമലബോധ ചക്ഷുഷഃ ശുദ്ധചിദ്ഘനമനാധിവസ്തു യത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. ഷഡ്ഭിരൂർമിഭിരയോഗി യോഗിഹൃദ്ഭാവിതം ന കരണൈർവിഭാവിതം ബുദ്ധി അവേദ്യം അനവദ്യം അസ്തി യത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. നീ ആ ബ്രഹ്മമാണ്. ഈ ശരീരമോ മനസ്സോ ജാതി വർണ്ണം ആശ്രമം സാമൂഹികമായ വ്യക്തിത്വം ഇതൊന്നും നിന്റെ സ്വരൂപമല്ല. ഇതൊക്കെ വ്യവഹാരത്തിൽ ലോകത്തിൽ കാണപ്പെടുന്നതാണ്, ഇതൊന്നും നിന്റെ അല്ല. നീ ആരാണെന്ന് അന്വേഷിച്ചു നോക്കൂ. നമുക്ക് മകമയ്ക്ക് ആരാഞ്ഞു നോക്കുമ്പോ ഞാൻ എന്താണ്, ഞാൻ എന്നുള്ള അനുഭവം എന്താണ്, ഞാൻ എന്ന് പറയണുണ്ടല്ലോ. എന്ന് അന്വേഷിക്കുമ്പോ ഈ ഞാൻ എന്നുള്ള അഹങ്കാരം, ശരീരം, മനസ്സ്, ബുദ്ധി ഇതിന്റെയൊക്കെ പിടിയിൽ നിന്ന് വിമുക്തമാകും തോറും ശുദ്ധ ചിത്ശക്തിയായിട്ട് നടനമാടാൻ തുടങ്ങും. അതാണ് അഗ്നി എന്നൊക്കെ പറഞ്ഞത്. അതായത് അഹങ്കാരം, അഹം സ്ഫൂർത്തി, അഹംബോധം. ഈ അഹങ്കാരം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതായ വികാരങ്ങളോടൊക്കെ താതാത്മ്യപ്പെട്ട് നിൽക്കുന്നതായ ഒരു പ്രതീതി. ഇതിന് രണ്ടിനും, സത്യത്തിനും ഇതിനും നടുവിലിരിക്കുന്ന ഒരു കണക്ടിങ് ലിങ്കാണ് ഈ പറഞ്ഞത് അഹം സ്ഫൂർത്തി എന്ന് പറഞ്ഞത്. ഈ സ്ഫൂർത്തി എന്നും ചിത്ശക്തി എന്നും ജ്ഞാനികൾ പറയുന്നു. അതിനെ തന്നെയാണ് യോഗികൾ കുണ്ടലിനി ശക്തി എന്നൊക്കെ പറയണത്. ഈ വ്യക്തിത്വം തന്നെ അതിന്റെ മൂലത്തിലേക്ക്, അതായത് ജഡത്തിന്റെ പിടിയിൽ നിന്ന് വിമുക്തമാകും തോറും അത് ചൈതന്യത്തിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങും. അത് ശാന്തിയായും ആനന്ദമായും ശക്തിലാസ്യം എന്ന് പറയുന്നത്, ശക്തിലാസ്യം കാണിച്ചു തുടങ്ങുന്നത്. അതായത് ആ ശക്തി അതിലുള്ള പതുക്കെ പതുക്കെ ഉള്ള അതിന്റെ ഒരു കളങ്കം നീങ്ങുകയും, അതിപ്പോഴും കളങ്കപ്പെട്ടതല്ല, പക്ഷെ കളങ്കപ്പെട്ടതായി തോന്നാൻ കാരണം ഒരു സ്ഫടികത്തിന്റെ മുമ്പിൽ ചെമ്പരത്തിപ്പൂ വെച്ചാൽ സ്ഫടികം ചുവപ്പായി കാണപ്പെടുന്ന പോലെ ഈ ഞാനെന്നുള്ള അഭിമാനത്തിൽ ശരീരം, മനസ്സും ബുദ്ധിയും ഒക്കെ കലർന്നിരിക്കുന്നത് കൊണ്ട് ഈ അഭിമാനത്തിൽ അതൊക്കെ കാണപ്പെടുന്നു. പക്ഷെ ഈ അഭിമാനത്തിനെ ആരായിഞ്ഞ് നോക്കുമ്പോ ഈ അഭിമാനം എന്താണ്, ഈ ഞാൻ എന്താണ്, ഞാൻ എന്ന് പറയണ്ടല്ലോ. രണ്ടുപേര് ശണ്ട കൂടുമ്പോഴും നോക്കാം. കുറെ വർഷം മുമ്പ് പാലക്കാട് വിജ്ഞാനരമണി ആശ്രമത്തില് മഹർഷിയുടെ കൃതികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ
ഒരു കുടുംബക്കാർ വരും, അവരുടെ 2 കുട്ടികൾ, ചെറിയ കുട്ടികൾ കിടന്നുറങ്ങും, കേട്ടുകൊണ്ടിരിക്കും, പിന്നെ കിടന്നുറങ്ങും മുമ്പില്. അപ്പോഴൊക്കെ പറയും, ഓരോ വികാരം വരുമ്പോഴും ഈ വികാരം ആർക്ക് വരണമെന്ന് നോക്കുക. വികാരം എനിക്ക് വരണു, ദേഷ്യം വരണു, ആർക്കാ? എനിക്ക്. കാമം വരണു, ആർക്കാ? എനിക്ക്. അസൂയ വരണു, ആർക്കാ? എനിക്ക്. ധ്യാനിക്കാനിരിക്കുമ്പോ ഇങ്ങനെ വിചാരങ്ങളും വികാരങ്ങളും പൊന്തും, ആർക്ക് വരണു? എനിക്ക് വരണു. ഞാൻ ആരാ? ഞാൻ എന്താ? ഞാൻ 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 വിടാതെ ആ ഞാൻ എന്നുള്ള സ്പന്ദനത്തിനെ ശ്രദ്ധിച്ചാൽ പതുക്കെ 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 ആ സ്പന്ദനം ഹൃദയസ്ഥാനത്തിൽ അടങ്ങും. സയേഷ ജീവോ വിവരപ്രസൂതി എന്ന് പറഞ്ഞല്ലോ. എവിടെ നിന്നാണോ അത് പുറത്തേക്ക് വന്നത് അവിടെ തന്നെ അത് ലയിക്കും. അവിടെ മറ്റൊന്നു താനായി പ്രകാശിക്കും. അഭിമാനമല്ല. അഹമയം കുതോ ഭവതി ചിന്വത ഐപതത്യഹം നിജവിചാരണം അഹമിനാശഭാജ്യ അഹമഹം തയാ സ്ഫുരതി ഹൃത്സ്വയം പരമപൂർണ സത്. ആ പരമപൂർണമായ സത്യം അവിടെ താനേ പ്രകാശിക്കും. അതാണ് അഹം പൊരുളും വിളങ്ങിടുന്നു എന്ന് പറഞ്ഞു. സ്വനവും ഒടുങ്ങുമിടം സ്വയം പ്രകാശം. ആ സ്വയം പ്രകാശം അത് താനേ അവിടെ പ്രകാശിക്കും. ഇത് പറഞ്ഞ് ഈ കുട്ടികൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പൊ വീട്ടിൽ പോയപ്പോ അവരുടെ അമ്മ എന്തിനോ ചീത്ത പറഞ്ഞു ഒരു ദിവസം. കുട്ടിക്ക് 6 വയസ്സോ 7 വയസ്സായിട്ടുള്ളൂ. ദേഷ്യപ്പെട്ട അമ്മ വല്ലാതെ ദേഷ്യം പിടിച്ചിരിക്കുക. കുട്ടിക്ക് ദേഷ്യമൊന്നുമില്ല, കുട്ടി എന്തോ കുറുമ്പ് കാണിക്കുക. അമ്മ ഒരുപാട് ദേഷ്യപ്പെട്ട് ചീത്തയൊക്കെ പറഞ്ഞപ്പോ കുട്ടി കൂളായിട്ട് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഈ ദേഷ്യം വരുന്നത് ആർക്കാന്ന് വിചാരം ചെയ്ത് നോക്കുന്നു. അവര് പറഞ്ഞു, ഞാൻ സ്തംഭിച്ചു പോയി എന്നാണ്. എന്നുവെച്ചാൽ അവനെനിക്ക് ഗുരുവായിട്ട് തീർന്നു. പെട്ടെന്ന് ഞാൻ ആത്മവിചാരം ധ്യാനമൊക്കെ ചെയ്യുന്നതാണെങ്കിലും മറന്നുപോയി. അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഇവൻ പറയണത് ഈ ദേഷ്യം വരുന്നത് ആർക്കാന്ന് വിചാരം ചെയ്ത്. ആ ക്ഷണം ഞാനതൊരു അവൻ പറയണമെന്ന് പറഞ്ഞ് കളിയാക്കലായിട്ട് എടുത്തില്ല. ആ സന്ദർഭത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഈ പാമ്പ് പൊത്തിന്റെ ഉള്ളിൽ പോയി മുളഞ്ഞു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റില്ല. എപ്പോ ഇത് തല പുറത്തേക്ക് ഇടണോ അപ്പോഴാണ് പിടിക്കേണ്ടത്. അതുപോലെ ഈ അഭിമാന വൃത്തി മനസ്സിന്റെ കണ്ടൻസ്ഡ് ഫോമാണ്. മനസ്സ് പിരിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റില്ല. മനസ്സ് അനേക വിചാരങ്ങളായി പിരിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റില്ല. എപ്പോഴാണോ നമുക്ക് പ്രബലമായി അഹംവൃത്തി തോന്നണത്, ഈ അഹംവൃത്തിയാണ് അഹംബോധത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള നടവഴി. ഈ അഹംവൃത്തി പ്രബലമായിട്ട് തോന്നുമ്പോ, നമ്മളെ ആരെങ്കിലുമൊക്കെ നിന്ദിക്കുമ്പോ, ചീത്ത പറയുമ്പോ, അതുകൊണ്ടാണ് ഈ പാരിവ്രജ്യമൊക്കെ എടുക്കണത് സന്യാസികൾ. എന്താന്ന് വെച്ചാൽ കുറെ നിന്ദയും ചീത്തയൊക്കെ കേൾക്കുമ്പോ നമ്മളുടെ ഉള്ളിലുള്ള ഈ അഹംവൃത്തിയുടെ ചലനം നല്ലവണ്ണം നമുക്ക് കാണാം. അപ്പോഴാണ് ആത്മവിചാരം ചെയ്യാനും താൻ ഇതല്ലെന്നും അറിയാനും ഒക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ സാധിക്കില്ല. അപ്പൊ അസമ്മാനാത്ത് തപോവൃദ്ധി സമ്മാനാത്തു തപക്ഷയ എന്ന് ഭാരതത്തില് ഭീഷ്മര് പറയും. ഈ അസമ്മാനം, അപമാനിക്കും തോറും നമുക്ക് തപസ് വൃദ്ധിയാവും അത്രേ. എങ്ങനെയാന്ന് വെച്ചാൽ അപമാനപ്പെടുന്നത് കൊണ്ടല്ല, നേരെ മറിച്ച് അപമാനിക്കുമ്പോൾ നമുക്ക് നല്ലവണ്ണം നമ്മളുടെ അഭിമാനം ഉദിക്കുന്നത് അറിയാം. ആ അഭിമാനം ഞാനല്ലെന്നറിയാനും അഭിമാനത്തിനെ ഉദിക്കുന്നിടത്ത് അടക്കിക്കളയാനും ഒക്കെ അതാണ് തപസ്സേ. തപസ്സെന്ന് പറഞ്ഞാൽ അഹം അപേതകം നിജവിഭാനകം മഹദിതം തപ. ഈ അഹം ലയിക്കുന്നതാണ് തപസ്. അഹങ്കാരം തോന്നാത്ത സ്ഥിതിയിൽ നിൽക്കുന്നതാണ് സോഴ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി. എല്ലാ ക്രിയേറ്റിവിറ്റിയും സർഗാത്മകത എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഉണ്ടാവണതാ. അഹങ്കാരം ഉദിക്കുമ്പോൾ അത് പോയി പോകും. അപ്പോ അഹങ്കാരത്തിന്റെ പിറപ്പിടത്തിനെ ജാഗ്രതയോടെ ശ്രദ്ധിക്കലും സുഷുപ്തിയിൽ അത് അടങ്ങുന്നത് കൊണ്ടാണ് ശരീരവും മനസ്സും ഒക്കെ മറഞ്ഞ് ഞാനെന്നുള്ള അഭിമാനവൃത്തി അടങ്ങുമ്പോഴാണല്ലോ ഉറക്കം. അവിടെ ആ സുഖം വരാൻ കാരണം അതാ. എഴുന്നേക്കുമ്പോ എന്തായി? ഞാൻ എന്നുള്ള അഭിമാനവൃത്തി ഉദിച്ചു. ബോധപൂർവം ഈ അഭിമാനവൃത്തിയെ ഉദിക്കുന്നിടത്തിൽ അടക്കാമെങ്കിൽ, ഹൃദയസ്ഥാനത്തിൽ ലയിപ്പിക്കാമെങ്കിൽ, അതെവിടെ ഉദിക്കുന്നു എന്ന് ശ്രദ്ധിച്ചു ചെന്നാൽ കാണാം അഭിമാനവൃത്തി ഇല്ലാതാവണത് കൊണ്ട് എനിക്കൊരു കുറവില്ല. പലപ്പോഴും ധ്യാന യോഗ സാധനയിൽ ഇരിക്കുന്നവർക്ക് ഈ ഘട്ടത്തിൽ ഭയം തോന്നും. പലരും പറയും വല്ലാത്ത പേടി തോന്നുന്നു എന്നാണ്. എന്താന്ന് വെച്ചാൽ ഈ അഭിമാനവൃത്തിയാണ് ഞാൻ എന്നുള്ളൊരു അജ്ഞാന നിശ്ചയം എവിടെയോ ഉള്ളിലുണ്ട്. അപ്പൊ ഇതങ്ങോട്ട് പോകുമ്പോ വല്ലാത്ത പേടി തോന്നാം. അഭയേ ഭയദർശിന, ഭയപ്പെടാൻ പാടില്ലാത്തതിനെ ഭയപ്പെടുകയാണ്. ഉള്ളിൽ വല്ലാത്തൊരു ഒരു വിറയൽ. എന്താന്ന് വെച്ചാൽ അയ്യോ ഞാനില്ലാതാവുമല്ലോ, ഞാൻ പോവുമല്ലോ എന്നാണ്.
അവിടെയാണ് നല്ലവണ്ണം വേദാന്ത ശ്രവണം ചെയ്ത് അറിയേണ്ടത്. ഈ അഭിമാനവൃത്തി ഞാനല്ല, അത് പോണതുകൊണ്ട് എനിക്കൊരു കുറവുമില്ല എന്ന് മാത്രമല്ല, അത് പോയാലേ ഞാൻ പൂർണ്ണമാവുള്ളൂ. വൈഷ്ണവ ആഴ്വാർ നടുവിൽ ഇന്നലെ ശ്ലോകം ചൊല്ലി ഞാൻ. നമ്മാഴ്വാർ പരമഭക്തനായിരുന്നു, പരമജ്ഞാനിയായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ കുട്ടി അടുത്തൊരു പുളിമരത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന് മൗനമായി സമാധിസ്ഥിതനായിരുന്നു എന്നാണ് കഥ. മിണ്ടിയില്ല, 16 വയസ്സ് വരെ മിണ്ടിയൊന്നുമില്ല. ആഴ്വാർ എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം അതാണ്, ആഴ്ന്നിരിക്കുന്നവൻ എന്നർത്ഥം. തന്നിൽ ആഴ്ന്നിരിക്കുന്നവൻ. ജ്ഞാനികളെ പുറത്തു കൊണ്ടുവരാൻ പ്രകൃതിക്ക് ആരെങ്കിലുമൊക്കെ പ്രകൃതി നിയോഗിക്കും. അവരായിട്ട് പുറത്തു വരികയോ അവരായിട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങുകയോ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. എന്താന്ന് വെച്ചാൽ ഈ മിഷൻ എന്ന് പറയുന്നത് തന്നെ വരണമെങ്കിൽ നമുക്ക് ഇത്തിരി അഭിമാനം വേണം. വിവേകാനന്ദ സ്വാമികൾ പോലും പാശ്ചാത്യത്തിലേക്ക് പോയതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. പലവട്ടം വേണ്ട വെച്ചത് അദ്ദേഹം. എന്നിട്ടും അദ്ദേഹത്തിന് ചില ദർശനങ്ങൾ ഉണ്ടാവുകയും അവസാനം ശാരദാദേവി വിളിച്ച് പറയുകയും ചെയ്തു. നീ പോണം എന്ന് പറഞ്ഞ് ആജ്ഞാപിച്ച ശേഷമാണ് അദ്ദേഹം പുറപ്പെടുന്നത്. ഇഷ്ടണ്ടായിട്ടല്ല. അപ്പോ നമ്മാഴ്വാർ ഒന്നും മിണ്ടാതെ മൗനമായി, മൗനഘനാമൃതാബ്ധി എന്ന് ഗുരുദേവൻ പറഞ്ഞല്ലോ. ആ നിശ്ചല സുഖസമുദ്രത്തിൽ രമിച്ച് ഒരു പുളിമരത്തിന്റെ ചവിട്ടിലിരിക്കുകയാണ്. ആഴ്വാർ തിരുനഗരി എന്നാണ് ഇന്ന് ആ സ്ഥലത്തിന് പേര്, ആഴ്വാർ ജനിച്ച സ്ഥലമായതുകൊണ്ട്. അപ്പോ മധുരകവി എന്ന് പറയുന്ന ഒരു ഭക്തൻ തനിക്ക് ഭഗവത് സാക്ഷാത്കാരത്തിനായി ആശിച്ച് മുമുക്ഷുവായി ജിജ്ഞാസുവായി ഗുരുവിനെ അന്വേഷിച്ച് വടക്കുദേശത്തൊക്കെ നടക്കാണ്. അപ്പോ നമ്മളുടെ ഉള്ളില് ജിജ്ഞാസ ഉണ്ടെങ്കിൽ അനുഗ്രഹശക്തി വഴി കാണിച്ചു തരും. ആളുകൾ പലപ്പോഴും ചോദിക്കണു, ഈ കാലത്തൊക്കെ ഗുരുവിനെ കിട്ടുമോ, ഈ കാലത്തൊക്കെ നമുക്ക് ഇതൊക്കെ അനുഭവിക്കാനുള്ളതൊക്കെ കിട്ടുമോ? ഈ കാലമൊന്നുമില്ല. പ്രകൃതിയുടെ ഭഗവാന്റെ പഞ്ചകൃത്യം എന്ന് പറയും. ഈ പഞ്ചകൃത്യത്തിലെ പഞ്ചമകൃത്യമാണ് ജിജ്ഞാസുവായ ഒരു ജീവന് സത്യദർശനത്തിന് വഴിയുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം പോലെ തന്നെ ഒരു കൃത്യമാണ് പക്വമായ ഒരു ജീവനെ സ്വാനുഭൂതി സമ്പന്നനായ ഒരു ആചാര്യന്റെ അടുത്ത് ചേർക്കുക എന്നുള്ളത്. അപ്പോ പ്രകൃതിയിലുള്ള മറ്റ് നിയമങ്ങളൊക്കെ തന്നെ കാലം കൊണ്ട് ബാധിക്കപ്പെടാത്തതുപോലെ തന്നെ ഇതും ഒരു കാലം കൊണ്ടും ബാധിക്കപ്പെടാത്തതാണ്. ഏതെങ്കിലും വഴിക്ക് നമുക്കത് സൂചന തന്ന് നമ്മളെ എവിടെ ചേർക്കണമോ അവിടെ ചേർത്തോളും. ഇവിടെ ഈ മധുരകവി വടക്ക് ദേശത്ത് സഞ്ചരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. എനിക്ക് വഴി കാണിക്കില്ലേ, എനിക്ക് എവിടുന്ന് ഉപദേശം കിട്ടും, എനിക്ക് ആര് വഴി കാണിക്കും എന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ആകാശത്തിലൊരു വാൽനക്ഷത്രം പോലെ പക്ഷെ വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു നക്ഷത്രം ഇദ്ദേഹം കണ്ടു. നക്ഷത്രം പോലെ അതിനെ പിന്തുടർന്നുകൊണ്ട് ഇദ്ദേഹം നടന്നു. ഒരു ഇൻറ്റ്യൂഷൻ ഇതിന്റെ പുറകെ നടന്നു. രാത്രി മുഴുവൻ നടക്കും, പകലായാൽ വിശ്രമിക്കും, പിന്നെയും രാത്രി കാണും, രാത്രി നടക്കും. ഇങ്ങനെ നടന്നാണ് ഈ ഗ്രാമത്തിൽ വന്ന് ഇവിടെ വരുമ്പോ അത് മറഞ്ഞു. അന്ന് രാത്രി ആ നക്ഷത്രം കണ്ടില്ല. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു, താൻ തിരയുന്ന നിധി ഇവിടെ ഉണ്ട്. അന്വേഷിച്ചു പോയി. അധികമൊന്നും വേണ്ടല്ലോ, ദൂരാത് ഗന്ധോവാതി എന്നാണ് വേദം പറയണത്. വളരെ ദൂരത്തുനിന്ന് അതിന്റെ പരിമളം വീശും. നോക്കുമ്പോ ഈ പുളിമരത്തിന്റെ ചുവട്ടിൽ 16 വയസ്സേ ഉള്ളൂ, ദക്ഷിണാമൂർത്തി പോലെ. അങ്ങനെ മൗനമായി ശാന്തനായി പ്രശാന്തനായി കണ്ണു തുറന്ന് വിഷ്ണോഹോ പരമം പദം സദാ പശ്യന്തി, കണ്ണു ചിമിട്ടാതെ ഇരിക്കുന്നുണ്ട്. അപ്പോ നാട്ടുകാരൊക്കെ പറഞ്ഞു അദ്ദേഹം സംസാരിക്കാറില്ല, മിണ്ടില്ല, മൗനിയാണ്.
എന്നാലും മധുരകവിക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഒരു ചോദ്യം ചെന്ന് നമ്മാഴ്വാരുടെ അടുത്ത് ചോദിക്കുകയാണ്. വളരെ പ്രസിദ്ധമായ ചോദ്യം. രമണ മഹർഷിയുടെ അടുത്ത് കാവ്യകണ്ഠ ഗണപതി മുനി ചോദിച്ച പോലെ. മഹർഷിയുടെ കഥ ഏകദേശം ഇതേപോലെയാണ്. കാവ്യകണ്ഠൻ വരുന്നവരെ മിണ്ടുകയോ വർത്തമാനം പറയുകയോ ഒന്നും ചെയ്തുകൊണ്ടിരുന്നില്ല. കാവ്യകണ്ഠ ഗണപതി മുനി വന്ന് ചോദിച്ചിട്ടാണ് ആദ്യത്തെ ഉപദേശം കൊടുക്കുന്നത്. അതേപോലെ മധുരകവി ചോദിച്ചു. ആ ചോദ്യം തന്നെ അദ്ദേഹം വളരെ പക്വയാണെന്നുള്ളതിന് തെളിവാണ്. ചിത്തിൻ വയത്തിൽ ശിരിയതൊன்று പിറന്താൽ എത്തൈ തിன்று എങ്കേ കിടക്കും. ഇതാണ് ചോദ്യം. ചിത്ത്, പൂർണമായ വസ്തു, ആത്മാവ്, ബോധം എന്നൊക്കെ അർത്ഥം പറയാം. അതിൽ ശിരിയതൊன்று പിറന്താൽ, വൈദികമായ സംജ്ഞ പറയുകയാണെങ്കിൽ ഭൂമ എന്നും അല്പമെന്നും പറയാം. ഭൂമ എന്ന് വെച്ചാൽ അതിരില്ലാത്തത്. ഈ ആത്മോപദേശ ശതകത്തിൽ ഒരുപാട് പാട്ടുകളിൽ ഗുരുദേവൻ അതിരറ്റ 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 എന്ന് വിശേഷണം കൊടുക്കണുണ്ട്. അതിരൊക്കെ തന്നെ ഈ മനസ്സുണ്ടാക്കുന്നതാണ്. ഈ മനസ്സാണ് ഒരു വസ്തുവിന് അതിര് ഉണ്ടാക്കണത്. അതിരറ്റതാകയാൽ എന്ന്, അതിനൊരു അതിരില്ലെന്നാണ്. ആ അതിരില്ലാത്തതിനെയാണ് ഭൂമാവെന്ന് പറഞ്ഞത്. ദേശം കാലം ഒക്കെ അതിരാണല്ലോ. ആ അതിരൊന്നുമില്ല. ദേശകാലാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. അതിൽ നിന്നും ഒരല്പം പിറന്നു. അല്പം എന്ന് വെച്ചാൽ ഈ ഞാൻ എന്നുള്ള ജീവാഭിമാനം, ഞാൻ എന്ന ഭാവം തോന്നുക അല്ലെ. അത് തോന്നല് മാത്രമാണ്. അതുകൊണ്ടാണ് തോന്നുക എന്ന് പറഞ്ഞത്. അതങ്ങോട്ട് തോന്നി. ഒന്ന് ആലോചിച്ച് നോക്കൂ. സുഷുപ്തി അവസ്ഥയിൽ ഇതില്ല. എഴുന്നേറ്റ ഉടനെ ആദ്യം വന്നു ഞാൻ. ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ചിത്തിൻ ഭൂമാവിൽ നിന്നും അല്പം ഉദിക്കണത്. ഒരു ബൈഫർക്കേഷൻ, ഒരു ലോക്കലൈസ്ഡ് എക്സ്പീരിയൻസ് ഓഫ് പേഴ്സണാലിറ്റി. ഒരു സ്ഥലത്തെ ഏകദേശീയ സത്ത. ഞാൻ ഇവിടെ ഉള്ള ആളാണ്, ഇന്നവനാണ്, ഇന്നന്ന വിശേഷണങ്ങളോടുകൂടിയവനാണെന്ന് എനിക്ക് തോന്നണുണ്ടല്ലോ. ഈ അഭിമാനം, ഈ പ്രതീതി, ഇതിനെയാണ് നമ്മൾ അഹങ്കാരം എന്ന് പറയണത്. ഇത് ജനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണു? കണ്ണിലൂടെ രൂപത്തിനെയും, ചെവിയിലൂടെ ശബ്ദത്തിനെയും, മൂക്കിലൂടെ മണത്തിനെയും, നാവിലൂടെ രുചിയെയും, ത്വക്കിലൂടെ സ്പർശത്തിനെയും ഭുജിക്കുകയാണ്. ഇരമുതലായവ വരും. ഗുരുദേവൻ ഇതില് ഒരു പാട്ടിൽ പറഞ്ഞു, വീണ്ടും ഈ ഇരമുതലായത്, ഇരാന്ന് വെച്ചാൽ ഭോജ്യം, ഭോഗ്യമായിട്ടുള്ള വിഷയങ്ങൾ വീണ്ടും ഈ ജീവന്റെ മുമ്പിൽ വന്ന് ഇതിനെയൊക്കെ ഭുജിക്കലാണ് ഈ ജീവൻ ചെയ്യണത്. അപ്പോ മധുരകവി ചോദിക്കുകയാണ്, എനിക്ക് ഭുജിക്കാനുള്ളത് എവിടെ? ചിത്തിൻ വയത്തിൽ ശരിയതൊன்று പിറന്താൽ എത്തൈ തിன்று, എന്തിനെ തിന്നിട്ട് എവിടെ കിടക്കും എന്ന് ചോദിച്ചു. അതിന് തിന്നാനുള്ളത് സാധാരണ ഈ പ്രപഞ്ചമാണല്ലോ. പ്രപഞ്ചമാണ് തിന്നാനുള്ള വസ്തു കാണുന്നത്. ലോകമാണ് തിന്നാനുള്ളത്. ദൃശ്യം ശ്രാവ്യമായിട്ടുള്ളതാണ് തിന്നാനുള്ളതായിട്ട് കിടക്കണത്. അതിനെയല്ലേ തിന്നണത് ജീവൻ. അപ്പോ എതിനെ തിന്നും? ചിത്തിൽ നിന്ന് അത് സെപ്പറേറ്റ് ആയിട്ട് വന്നു. ഇനിയിപ്പോ അത് എന്തിനാണ് അനുഭവിക്കേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? എന്താണ് നേടേണ്ടത്? എത്തൈ തിன்று എങ്കേ കിടക്കും. എല്ലാരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് മൗനിയായിരുന്ന നമ്മാഴ്വാർ ആദ്യമായിട്ട് പറഞ്ഞു, അത്തൈ തിன்று അങ്ങേ കിടക്കും. അത് വെളിയിലുള്ള ദൃശ്യത്തിനെ അനുഭവിക്കുന്നതിന് പകരം, വിഷയത്തിനെ ഭുജിക്കുന്നതിന് പകരം തന്റെ പിറപ്പിടത്തിൽ തന്നെ കിടക്കുമെന്നാണ്. താൻ മൂലത്തിൽ നിന്ന് എവിടെ നിന്ന് ഉദിച്ചുവോ അവിടെ തന്നെ ലയിച്ച് അതിൽ തന്നെ അതായിട്ട്, ആഴിയിലടങ്ങിയ അല ആഴിയായി മാറുന്ന പോലെ, സമുദ്രത്തിലേക്ക് വീഴുന്ന ആ കുമിള സമുദ്രമായി തന്നെ മാറുന്ന പോലെ അത്തൈ തിன்று, അഖണ്ഡത്തിനെ അനുഭവിക്കുമ്പോഴേ അതിന് പൂർണ്ണതയാവുള്ളൂ. അഖണ്ഡത്തിനെ അനുഭവിക്കുമ്പോഴേ അതിന് സംതൃപ്തിയാവുള്ളൂ. ഖണ്ഡത്തിനെ അനുഭവിക്കുമ്പോൾ അതിന് സംതൃപ്തി ഉണ്ടാവില്ല. അപ്പൊ അതിനെ അത്തൈ തിன்று അങ്ങേ കിടക്കും, ആ ഒറ്റ ഉപദേശം തന്നെ മധുരകവി ആഴ്വാർക്ക് സംതൃപ്തിയായി. ആ അത് എന്ന് പറഞ്ഞല്ലോ, ആ അതിനെ തന്നെയാണ് കൃഷ്ണനായിട്ട് മധുരകവി നമ്മാഴ്വാർ പാടിയതും. പിന്നീട് നമ്മാഴ്വാർ പാടുകയൊക്കെ ചെയ്തു നോക്കുന്ന മധുരകവി ആഴ്വാറാണ് എഴുതിയെടുത്തത്. തിന്നും ഉണ്ണും ചോറും തിന്നും വെറ്റിലയും കൃഷ്ണൻ കണ്ണൻ.
ഉണ്ണുന്ന ചോറും തിന്നുന്ന വെറ്റിലയും ഒക്കെ കൃഷ്ണനായിട്ട് തീർന്നു. അതെന്ന് പറഞ്ഞു. അതിനെ കണ്ടോടനെ കൃഷ്ണന് ഭഗവത് രൂപത്തിനെ പറയുമ്പോ അതിനെ എടുത്ത് അങ്ങോട്ട് ഉണ്ണണമെന്ന് തോന്നിയത്രേ. എനിക്കതിനെ എടുത്ത് വിഴുങ്ങണമെന്ന് തോന്നി. പക്ഷെ അടുത്ത് ചെന്നപ്പോ എന്നയും വാരിക്ക ഉണ്ണക്കണ്ടേ. ഞാൻ അടുത്ത് ചെന്നതും എന്നെ എടുത്ത് ആ കണ്ണൻ വിഴുങ്ങിക്കളഞ്ഞു എന്നാണ്. എപ്പോഴും ആ ഭൂമാവ് ഈ അല്പത്തിനെ വിഴുങ്ങുന്ന സ്വഭാവത്തോടു കൂടിയതാണ്. ആ പൂർണ്ണത്തിൽ ഈ അല്പം അടങ്ങി തന്നെ ഇഴക്കുന്നത്. ശൈവസിദ്ധാന്തത്തിലല്ല, തമിഴ് വേദാന്തത്തില് ഒഴിവിലൊടുക്കത്തില് തന്നിഴപ്പ് എന്നാണ് അതിന് പറയുന്നത്. തന്നിഴപ്പൈ എന്ന കറ്റ് സാധിപ്പൻ. എല്ലാത്തിനെയും സാധിക്കാം. ഈ തന്നിഴപ്പ് എങ്ങനെ സാധിക്കും എന്നാണ്. ബാക്കിയൊക്കെ നേടിയെടുക്കാം. പക്ഷെ ഈ തന്നിഴപ്പൈ എന്ന കറ്റ് സാധിപ്പൻ സദ്ഗുരുവാമന്നും പെരും ചെയ്യും മതയാനൈ സ്വപ്പനത്തെ തോன்றി. ഈ വലിയ ആന, കൊമ്പനാന ഉണ്ടല്ലോ, അത് ഒന്നിനും അടങ്ങില്ല. പക്ഷെ സിംഹം സ്വപ്നത്തിൽ വന്നാൽ മതി അത്രേ, അത് പേടിച്ചു പോകുന്നതാണ്. അതുപോലെ ഈ അഭിമാനവൃത്തി എപ്പോ സദ്ഗുരുവിന്റെ ഉപദേശം കേൾക്കണോ, എപ്പോ നീ ഈ ജീവനോ അഹന്തയോ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ല, ഇതിനൊക്കെ പിറപ്പിടമായിരിക്കുന്ന ആ മൂലസംവിത്ത്, ആ അഖണ്ഡ ബോധം, ആ പ്രജ്ഞയാണ് നീ എന്ന് ബോധിപ്പിക്കുമ്പോ, ആ കൃപയോടുകൂടെ ബോധിപ്പിക്കുമ്പോ ഈ ശ്രവിക്കുന്നവനും ശ്രവിക്കുന്ന വിഷയത്തിൽ നിന്നും ശ്രോതാവായ തന്റെ അവബോധത്തിൽ ശ്രദ്ധ തിരിച്ച് ഒരു ക്ഷണത്തിൽ സോഹമസ്മി എന്ന പ്രത്യഭിജ്ഞ ഉണ്ടായി നിന്നാൽ അവന് ആവരണം ഒഴിയും, അവന് ആവരണം നീങ്ങും. പിന്നെ അവന് സംശയമില്ല ഈ അഹം എന്നുള്ളത് എന്താണെന്ന് അവന് സംശയമില്ല. അവന് അറിവഹമെന്നതു രണ്ടും ഏകമാം. അറിവെന്താണെന്ന് ചോദിക്കേണ്ട അവന്. അറിവ് അവന് ഒബ്ജക്റ്റീവ് നോളജ് അല്ല, വിഷയജ്ഞാനമല്ല. അവന് അഹമെന്നതും അറിവെന്നതും ജ്ഞാനം എന്ന് പറയണത് ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് എന്ന് പറയണ്ടല്ലോ. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. അറിവഹമെന്നത് രണ്ടും ഏകമാം ആവരണമൊഴിഞ്ഞവന്. ആവരണമൊഴിഞ്ഞവന് ഈ അഹം എന്താണെന്നുള്ള സംശയമേ ഇല്ല. ആവരണമൊഴിഞ്ഞവന് ഇതിനകത്ത് അഹമെന്ന വ്യക്തി അഭിമാനം സാക്ഷാത് സർവേശ്വരൻ തന്നെയാണ്, പൂർണ്ണവസ്തു തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. അന്യനുണ്ടു വാദം. അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം വാദം എന്ന് വെച്ചാൽ അവന് സംശയമുണ്ട്, അവൻ മറ്റു പലതും ഉണ്ടെന്ന് പറയും, അവൻ പറയും അങ്ങനെയല്ല എന്ന് പറയും, യുക്തികൾ, പലവിധ യുക്തികൾ അവൻ പറയും. ഇതൊക്കെ പറയുമ്പോഴും പലവിധ യുക്തികൾ പറയും. എന്താന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇത് ജീവനാണ്, അത് ബ്രഹ്മമാണ്, ആത്മാവാണ്, പരമാത്മാവാണെന്ന് പറയും. ഇവിടെ പല വസ്തുക്കളുണ്ട് എന്ന് പറയും. അനാലിസിസിലേക്ക് അവന്റെ ബ്രെയിൻ പോകും. അതൊക്കെ പോകും. അറിവിനെ വിട്ട് അഹമന്യമാകുമെന്നാൽ, ഈ അറിവിനെ വിട്ട് അഹം നിൽക്കുമെങ്കിൽ, അഹവും അറിവും ഒന്നാണെന്നാണ്. നമ്മളിപ്പോ അറിവെന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ടുള്ള അറിവിനെയാണ് അറിവെന്ന് വിളിക്കുന്നത്. ബുദ്ധി കൊണ്ടുള്ള അറിവിനെയാണ് നമ്മൾ അറിവെന്ന് വിളിക്കണത്. പക്ഷേ ജ്ഞാനികൾ അറിവെന്ന് പറയണത് ബുദ്ധിക്കും പ്രകാശം നൽകുന്ന അറിവിന്റെ മൂല ഘടകത്തിന്, ആ സോഴ്സിനെയാണ് അറിവെന്ന് പറയണത്. ഇവിടെ അത് സ്വയമേവ അറിവാണ്. അത് സ്വയമേവ അറിവാണ്. ആ അറിവും അഹവും രണ്ടാവാനേ പറ്റില്ല. എന്താന്ന് വെച്ചാൽ അഹം എന്ന് പറയണത് തന്നെ സ്വയം പ്രകാശമാണ്, ഉണ്ടെന്നുള്ള അനുഭവമാണ്. അതിനെ ബോധിപ്പിക്കാൻ മറ്റൊന്നും ബുദ്ധിയോ ഇന്ദ്രിയങ്ങളോ മനസ്സോ ഒന്നും വേണ്ട എന്നുള്ളത് തന്നെ അത് അറിവാണ് എന്നുള്ളതിന് തെളിവാണ്. അത് അറിവിനെ വിട്ട് അഹം എന്നുള്ളത്, ഞാൻ എന്നുള്ളത് അന്യമാകുമെങ്കിൽ ആ അറിവിനെ അറിയാൻ ഇങ്ങാരുമില്ല. ആ അറിവിനെ പിന്നെ ആരറിയും? അറിവ് സ്വയമേവ തന്നെ അറിയുന്നു. അതിനെയാണ് നമ്മളിവിടെ അഹമെന്നും പറയണത്. സുഷുപ്തി അവസ്ഥയിൽ സുഖമായിരുന്നു നമ്മൾ പറഞ്ഞു, അവിടെ അറിവില്ല നമ്മൾ പറയണു. പലപ്പോഴും പറയണത് എനിക്കൊന്നും മനസ്സിലായില്ല, അറിയാൻ പറ്റില്ലല്ലോ എന്നാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ ഈ അഭിമാനവൃത്തിക്ക് അവിടെ പ്രവേശമില്ലാത്തത് കൊണ്ടാണ് അറിവില്ല 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 എന്ന് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ അവിടെ ഉള്ള വസ്തു അത് സ്വയമേവ തന്നെ അറിഞ്ഞു.
അല്ലെങ്കിൽ ഈ സുഖം എങ്ങനെ, സുഖാനുഭവം എവിടുന്ന് വന്നു? സുഖമായിരുന്നു എന്ന് പറഞ്ഞു. ആ സുഖം സ്വയമേവ, ആ സുഖം തന്നെ സുഖത്തിനെ സുഖിച്ചു. അവിടെ നമ്മളുടെ വാസ്തവമായ വ്യക്തിത്വം, അസ്തിത്വം, ആ വ്യക്തിത്വം അസ്തിത്വമാണ്. അതാണ് ശ്രുതി അസ്തിത്യേവോപലബ്ധവ്യഃ. അസ്തിത്യേവോപലബ്ധസ്യ തത്വഭാവഃ പ്രസീദതി. ഉണ്ട് എന്നുള്ള രീതിയിൽ വേണം ആ സത്യം, ആ ബ്രഹ്മം അറിയപ്പെടാൻ. കേവലമായ അസ്തിത്വം, അസ്മിത്വമല്ല, അസ്തിത്വം. അസ്തിത്വ രൂപത്തിൽ അതിനെ തെളിച്ചു കിട്ടിയാൽ തത്വം തെളിയും. അങ്ങനെ തത്വം അകമേക്ക് തെളിഞ്ഞാൽ പുറമേക്കൊക്കെ അത് തന്നെ. അതേ ഉള്ളൂ. അതിലാണ് ഈ പ്രപഞ്ചം, കാണുന്നവൻ, കാണപ്പെടുന്നത്, കാഴ്ച ഒക്കെ തന്നെ, ഈ ത്രിപുടികളൊക്കെ തന്നെ സ്ക്രീനിൽ സിനിമ പോലെ ആ കേവലമായ സത്തയിൽ, എന്നിൽ ഞാനുണ്ടെന്നുള്ള അനുഭവത്തിൽ, ബോധത്തില്, ചിത്തില് ഒരു സിനിമ മാതിരിയാണ്, മരീചിക മാതിരിയാണ്. ശരീരമടക്കം, ദേഹമടക്കം ആ ബോധത്തിൽ ഒരു അപ്പിയറൻസ് മാത്രമാണ്. അത് വന്നു, പലതും ചെയ്യും, മറഞ്ഞു പോകും. പക്ഷേ ഈ തത്വത്തിൽ ശ്രദ്ധയുണ്ടായവന് തനിക്ക് ഒരു മാറ്റവും വരണുണ്ടെന്ന് തോന്നില്ല. അവന് ദേശമില്ല, കാലമില്ല, അവന് പ്രത്യേകിച്ച് ഇനി ധ്യാനമോ സാധനയോ ഒന്നുമില്ല. കാരണം ആര് സാധന ചെയ്യും, ആര് ധ്യാനിക്കും? സാധിക്കാൻ എന്തുണ്ട്, നേടിയെടുക്കാൻ എന്തുണ്ട്? അവന് ദേശകാലങ്ങളില്ല. ദേശകാലങ്ങളൊക്കെ മനസ്സിന്റെ കൽപ്പനയാണ്. ഇന്നലെ പറഞ്ഞല്ലോ, ഭൂതം, വർത്തമാനം, ഭാവിയൊക്കെ മനസ്സാകുന്ന പെൻഡുലം ഉണ്ടാക്കണതാണ്. വർത്തമാനകാലം, ആ ഇപ്പോ എന്ന് പറയുന്ന കാലത്തിനെ ശ്രദ്ധിച്ചാൽ കാണാം, അതില് മനസ്സ് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മനസ്സിന് സത്യത്തിനെ അറിയാനൊക്കില്ല. അനുഭവം ഉണ്ടാവുന്നത് എപ്പോഴും ഇപ്പോഴാണ്. ഇപ്പോ എന്ന് പറയണതും അഹം എന്ന് പറയണതും അറിവ് എന്ന് പറയണതും ഒക്കെ ഒന്നാണ്. ആ അറിവ് ജ്ഞപ്തി ആണത്, അവബോധം, സത്ത, സത്താമാത്ര ശരീരം. ആ സത്താമാത്ര ശരീരമായ ആ വസ്തുവിനെ തെളിഞ്ഞ് തെളിഞ്ഞ് മനനം ചെയ്ത് അകമയിൽ നിന്നും വെണ്ണ തിരണ്ടു വരുന്ന പോലെ തിരണ്ടു വരും. ബ്രഹ്മൈതത് ബ്രഹ്മവാദിഭിഃ നവ്യവത് ഹൃദയേ യജ്ഞഃ. ബ്രഹ്മൈതത് ബ്രഹ്മവാദിഭിഃ. ഭാഗവതത്തിലൊരു ശ്ലോകമാണ്. പതുക്കെ പതുക്കെ ശ്രവണ മനനം ചെയ്യുന്നവർക്ക് നല്ല വെണ്ണ തിരണ്ടു വരുന്ന പോലെ മധുരമധുരമായി പ്രതിബോധം ഇത് തെളിഞ്ഞു വരും. പ്രതിബോധവിദിതം മതം. ബോധം ബോധം പ്രതിവിദിതം. മൊമെന്റ് ബൈ മൊമെന്റ്, ഇൻ ഈച്ച് ആൻഡ് എവറി അവയർനെസ്, ഓരോ ക്ഷണത്തിലുമുള്ള അവബോധത്തില് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, പൂർണ്ണമാണ്, 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 പൂർണ്ണമാണ്. ഇപ്പൊ അപൂർണമായി ഇരുന്നിട്ട് ഭാവിയിൽ പൂർണ്ണമാവില്ല. ഇപ്പൊ പൂർണ്ണമാണ്, അടുത്ത ക്ഷണം പൂർണ്ണമാണ്, അടുത്ത ക്ഷണം പൂർണ്ണമാണ്, അടുത്ത ക്ഷണം പൂർണ്ണമാണ്, അനുസ്യൂതം പൂർണ്ണമാണ്, സനാതനമായി പൂർണ്ണമാണ്. ഇപ്പൊ അപൂർണമാണ്, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് പൂർണ്ണമാവാൻ പോണു എന്ന് പറഞ്ഞാൽ ഈ ഞാൻ ചെയ്യലും നിന്നുകൊണ്ടേയിരിക്കും, പൂർണ്ണമാവില്ല. കാരണം ഇപ്പോ എന്ത് നിൽക്കണു അത് എപ്പോഴും നിൽക്കും. എപ്പോഴും ഉള്ളത് ഇപ്പോ എന്നുള്ള കാലാണ്. ശ്രദ്ധിക്കാൻ പറ്റുണ്ടോ? അത് ഈ ഒരു എന്താ വസ്തുസ്ഥിതി കണ്ടാൽ നമ്മൾക്കിതിന്റെ കൗശലം മനസ്സിലാവും. മായ നമ്മളെ പറ്റിക്കുന്നത് ഈ കൗശലം കൊണ്ടാണ്. ടൈം. ആളുകളൊക്കെ അധ്യാത്മ ജീവിതത്തിലേക്ക് വരുമ്പോഴും ചോദിക്കും, എത്ര കാലം എടുക്കും ഈ സാക്ഷാത്കാരം നേടാൻ? പാട്ടൊക്കെ പഠിക്കണ പോലെ ചോദിക്കും. ഒരു ബുദ്ധന്റെ അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. പണ്ടൊരു മാഗസീനിൽ വന്നിരുന്നു.
ശിഷ്യൻ ചോദിച്ചു അത്രേ ബുദ്ധന്റെ അടുത്ത്, എത്ര നേരമാവും, ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു അറ്റൈൻ നിർവാണ? അപ്പൊ ബുദ്ധൻ പറഞ്ഞു അത്രേ, പെർഹാപ്സ് 1 minute. 1 minute ആവുന്നതാണ്. 1 minute ഇസ് ഇറ്റ് നോട്ട് ടു ബ്രീഫ്? നോ, ഇറ്റ് ഈസ് 59 seconds ലോങ്. അതില് 59 സെക്കൻഡ് അധികം ഉണ്ടെന്നാണ്. 1 minute കുറച്ചല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അല്ല, 59 സെക്കൻഡ് അധികം ഉണ്ടെന്നാണ്. അങ്ങനെ പിടിച്ചാ പിടിച്ചു. ഇല്ലെങ്കിൽ അനാദികാലത്തിലേക്ക്, അനന്തകാലത്തിലേക്ക് നമ്മൾ നഷ്ടപ്പെടുത്തും. പക്ഷെ ഈ ജ്ഞാനത്തിന്റെ മറ്റൊരു സവിശേഷത എന്താന്ന് വെച്ചാൽ, ലൗകിക ജ്ഞാനം പോലെ അവകാശപ്പെടാൻ പറ്റില്ല. കാരണം അവകാശപ്പെടണമെങ്കിലും അഭിമാനവൃത്തി വേണം. അഭിമാനവൃത്തി വരുമ്പോ ഇത് പോയി പോകും. അതുകൊണ്ടാണ് അറിഞ്ഞുവെന്നും പറയാൻ വയ്യ, അറിഞ്ഞില്ല എന്നും പറയാൻ വയ്യ എന്ന് പറഞ്ഞത്. പിന്നെയൊക്കെ ചില ജ്ഞാനികളും ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഒരു കാരുണ്യം കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ പറയാണത്. അതൊക്കെ ഈ കേൾക്കുന്ന ആളുകളുടെ ഹിതത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് വേദാഹം ഏതം പുരുഷം മഹാന്തം എന്നൊക്കെ പറഞ്ഞു. കൃപ കൊണ്ട്, കാരുണ്യം കൊണ്ട്. അല്ലാതെ ഞാൻ അറിഞ്ഞു എന്ന് അഭിമാനിക്കാനോ, അഭിമാനവൃത്തിയോടുകൂടെ ലോകത്തിൽ മറ്റു പലതും ക്ലെയിം ചെയ്യണ പോലെ ഇതും എനിക്ക് സ്വാധീനമായി എന്ന് അഭിമാനിക്കാൻ ഒക്കില്ല. എന്താന്ന് വെച്ചാൽ ആ അഭിമാനിക്കണ ക്ഷണത്തിൽ അത് പോയി പോകും, ഏകദേശീയ സത്ത വന്നു പോകും. അഭിമാനിക്കാൻ ഒക്കില്ല. അവന് എല്ലാം അതാണ്, താൻ തന്നെയാണ് സകലതും. സകലതും അതാണെന്ന് കാണുമ്പോഴാണ് അവൻ പൂർണ്ണമാവുന്നത്. ഇവിടെ ഞാൻ പൂർണ്ണമാണ്, നിങ്ങൾ അതല്ലെന്ന് കണ്ടാൽ ഞാൻ പൂർണ്ണമാവില്ല. അഖിലരും അതാണ്. അതിൽ നിന്നാണ് അൻപ്, പ്രിയം ഉണ്ടാവണത്. ആ പ്രിയം ആത്മാവിൽ മാത്രം നിൽക്കണതാണ്. ആത്മാവിൽ മാത്രം നിൽക്കുന്ന പ്രിയം മറ്റുള്ളവരിലും അതേ വസ്തുവിനെ കാണുമ്പോൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. നമുക്കിപ്പോ അമ്മയെ കാണുമ്പോ കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രിയം പോലെ ജ്ഞാനികളെ കാണുമ്പോ, കൊച്ചുകുട്ടികൾക്ക് ഉണ്ടാവുന്ന, ജ്ഞാനികളെ കാണുമ്പോ മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന പ്രിയത്തിന് കാരണം എന്താന്ന് വെച്ചാൽ, ഒരു അമ്മ തന്റെ കുട്ടിയെ നോക്കുന്ന പോലെയാണ്. അത് നമുക്കറിയാം കുറച്ചൊക്കെ, അതുകൊണ്ട് ആ ഉദാഹരണം പറഞ്ഞു. അതേപോലെ ജ്ഞാനികൾ അവർ കാണുന്നവരിലേക്കുള്ള ദൃഷ്ടി അവരവരെ തന്നെ ആയതുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ അതിരില്ലാത്ത ഒരു അൻപ്, ഒരു പ്രിയം അതിലുണ്ടാവും. ഇതാണ് ഗുരുദേവൻ പറഞ്ഞു, അരുള് അൻപ്, അരുള് അനുകമ്പ, ഇത് മൂന്നും ഒന്നാണെന്ന്. തനിക്ക് താൻ ഹിതം ചെയ്യുന്ന പോലെയാണ് ജ്ഞാനി മറ്റുള്ളവർക്ക് ഹിതം ചെയ്യണത്. അല്ലാതെ താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നുള്ള ഭാവത്തോടു കൂടിയല്ല. അരുൾ, അൻപ്, അനുകമ്പ, ഇത് മൂന്നും ഒന്നാം. ഇത് മൂന്നും ഒന്നാണെന്നാണ്. ആ അരുൾ, അനുകമ്പ വ്യക്തിയുടെ അല്ല, ഈശ്വരന്റെയാ. ഈശ്വരന്റെയാ, വ്യക്തിയുടെ അല്ല. വ്യക്തിയിൽ അത് ആവിർഭവിക്കുക മാത്രമാണ് ചെയ്യണത്. മാതൃത്വം പോലും സ്ത്രീകളുടെ അല്ല. മാതൃത്വം പ്രകൃതിയുടെയാണ്. സ്ത്രീകളിൽ തൽക്കാലത്തേക്ക് ആവേശിക്കുകയാണ്. കുട്ടി ജനിക്കുമ്പോ ആ കുട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടി ആ സ്ത്രീയിലൂടെ വിശ്വമാതൃത്വം, ആ ജനനി, ആ ജഗജ്ജനനി തൽക്കാലത്തേക്ക് മാനിഫെസ്റ്റ് ആവണതാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടത് തൃശ്ശൂർ ഞാൻ താമസിക്കണ വീട്ടില് ഒരു പൂച്ച പെറ്റപ്പോ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം ആ പൂച്ച അടുത്ത് പോയിട്ട് കിണറ്റിൽ വീണ് ചത്തുപോയി. ഈ പൂച്ചക്കുട്ടികൾ ആ വീട്ടിലുള്ളവര് ഈ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നതിൽ വലിയ താല്പര്യമുള്ളവരാ. അപ്പൊ ഈ പൂച്ചക്കുട്ടിയെ അവര് എന്ത് ചെയ്യണം, അതെങ്ങനെ വളർത്തും, അതിനെന്തു കൊടുക്കും, പാല് കൊടുക്കാനും ഒന്നും പറ്റില്ല. വിഷമിച്ചിരിക്കുമ്പോ മറ്റൊരു പൂച്ച അവിടെ വന്നിട്ട്, അത് പ്രസവിച്ചിട്ടൊന്നുമില്ല, അതിന് ഈ കുട്ടികളെ കാണുമ്പോ പാല് വരാൻ തുടങ്ങി, പാല് കൊടുക്കാൻ തുടങ്ങി. പാല് കൊടുക്കുകയും ഈ കുട്ടികളെ തന്റെ കുട്ടികളായി കരുതുകയും നമ്മളൊന്ന് അടുത്തു പോവാനേ സമ്മതിക്കില്ല, കാവല് കാത്തുകൊണ്ടിരിക്കും. തള്ളപ്പൂച്ച പോലും ഇങ്ങനെ നോക്കുമ്പോൾ സംശയമാണ്. അത്ര സ്നേഹത്തോടുകൂടെ കുട്ടികളെ നോക്കുകയാണ്. ഇത് മെഡിക്കൽ സയൻസിൽ ചോദിച്ചാൽ അവർ സ്യൂഡോ പ്രഗ്നൻസി എന്നൊക്കെ പേരൊക്കെ പറയും. നമുക്കറിയാത്തത് ഒരു പേര് വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോ എന്താ ആ പൂച്ചയിൽ എന്താ പറ്റിയത് എന്ന് വെച്ചാൽ, എനിക്ക് ആ ക്ഷണത്തിലുണ്ടായിട്ട് പൂച്ച അറിഞ്ഞിട്ട് ചെയ്യലല്ല അത്. പൂച്ച അറിഞ്ഞിട്ടല്ല ചെയ്യണം. ആ പൂച്ചക്കുട്ടികള് വളരണം, ജീവിക്കണം. അതിന്
ആ മാതൃത്വം എന്ന് പറയണത് ആ പൂച്ചയിലൂടെ തൽക്കാലത്തേക്ക് വന്നതാണ്. ഇത് ഈയിടെ ഞാനൊന്ന് കണ്ടു. ഒരു പുലി, ഒരു വീഡിയോ ക്ലിപ്പിംഗ് കണ്ടതാണ്. ഒരു പുലി കുരങ്ങിനെ കടിച്ച് കീറുക. ആ കുരങ്ങ് പ്രസവിച്ചു. അപ്പോ ആ കുരങ്ങ് കുട്ടി ചുവട്ടിൽ വന്നതും തന്റെ ഇരയെ അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ആ കുട്ടിയെ നക്കി തുടച്ച് എടുത്ത് ആ മരത്തിന്റെ കൊമ്പിൽ കൊണ്ടുവച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന് രാത്രി മുഴുവൻ കെട്ടിപ്പിടിച്ച് കിടന്ന് ഈ കഴുതപ്പുലികളൊക്കെ അതിനെ ഉപദ്രവിക്കാൻ വരണം. ഈ കഴുതപ്പുലികളെ ഓടിച്ചുവിടുക ആ പുലി. ഈ കഴുതപ്പുലികള് ഇത് പിടിച്ചു വെച്ച ഇരയെ തിന്നുന്നു, ഇതിന് കംപ്ലൈന്റേ ഇല്ല. അതൊക്കെ തിന്നോളൂ, ഈ കുരങ്ങുകുട്ടിയുടെ അടുത്ത് വരരുത് എന്നാണ്. കുട്ടിക്കുരങ്ങന്റെ അടുത്തേക്ക് വരരുത്. ഞാൻ നോക്കുക, എന്തൊരു പ്രിയത്തോടെയാ നോക്കി, ആശ്ചര്യം തോന്നും. ആ പുലി തന്നെയാണ് ഇതിന്റെ അമ്മയെ കടിച്ചു കയറിയത്. ഇതാണ് വേദത്തിൽ പറഞ്ഞു, രുദ്രയത്തെ വാമം മുഖം ദക്ഷിണം മുഖം. ആ വാമമുഖം എനിക്ക് കാണണ്ട. രുദ്രയത്തെ ദക്ഷിണം മുഖം തേനമാം പാഹി നിത്യം. ആ ദക്ഷിണം മുഖം അത് കാണിച്ചിട്ട് എന്നെ ഒന്ന് രക്ഷിക്കുമെന്നാണ്. ഐ വോണ്ട് ടു സീ ഓൺലി ദാറ്റ് കമ്പാഷനേറ്റ് സൈഡ്. പക്ഷേ ഈ ഭയങ്കരമായ രൂപവും അതേ ഭഗവാന്റെ തന്നെയാണ്. അതാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞു, വർഷിപ്പ് ദ ടെറിബിൾ, ദെൻ ഓൺലി യു വിൽ ട്രാൻസെൻഡ് ദ ടെറിബിൾ. കാളി ദ മദർ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ളതിനെ കണ്ട് ഭയപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പ ഏതാണോ കാരുണ്യം കാണിച്ചത് അത് തന്നെ ഭയങ്കരം. ആ കാരുണ്യത്തിന്റെ സോഴ്സ് ആത്മാവാണ്. എപ്പോ നമ്മളുടെ സ്വരൂപം അറിയുന്നുവോ അപ്പോ ആ ദൃഷ്ടി തന്നെ ആശ്ചര്യമാവുന്നു. എന്ത് പ്രോസസ്സാണ് അവരിൽ നടക്കണതെന്ന് അറിയാതെ ലോകം അവരാൽ ആകർഷിക്കപ്പെടുകയും ഭക്തി വരികയും ഒക്കെ ചെയ്യും. തിരുവണ്ണാമലയില് കാർത്തിക ദീപം വളരെ വിശേഷമാണ്. മലയുടെ മുകളിലെ അഗ്നി കൊളുത്തിയിട്ട് പ്രദക്ഷിണം ചെയ്യും. ഇപ്പോഴൊക്കെ ധാരാളം ആളുകൾ വരണു, ഭയങ്കര തിരക്കായി. എല്ലാ അമ്പലങ്ങളിലും തിരക്കാണല്ലോ ഇപ്പോ. അതുപോലെ അവിടെ ഭയങ്കര തിരക്കാണ് ഇപ്പോ. മുമ്പൊക്കെ ആ ചുറ്റും കുറെ ഗ്രാമങ്ങളുണ്ട്, ഗ്രാമീണരായിട്ടുള്ള പാവങ്ങള്, സാധുക്കള്. അവരന്നു പണിയെടുക്കാൻ പോയിട്ടില്ലെങ്കിൽ അവർക്കൊന്നും, അവര് മാത്രമേ വരുള്ളൂ. അവര് വന്ന് ഈ ഓരോ കുളത്തിലും മുങ്ങി, ചുറ്റും അനേക തീർത്ഥങ്ങളുണ്ട്, കുറേ കുളങ്ങളുണ്ട്. ആ തീർത്ഥക്കുളങ്ങളിലൊക്കെ മുങ്ങും, എന്നിട്ട് ഈറനോടെ നടക്കും. അന്നത്തെ ദിവസം ആ ഗ്രാമങ്ങളൊക്കെ ഒഴിഞ്ഞു കിടക്കും. 60 or 64 ഗ്രാമങ്ങളോ മറ്റോ ഉണ്ട്, അതൊക്കെ ഒഴിഞ്ഞു കിടക്കും. അവരൊക്കെ വന്ന് പ്രദക്ഷിണം ചെയ്ത് അണ്ണാമലയ്ക്ക് ഹരഹരോ ഹരാ എന്ന് വന്ന് ചുറ്റിയിട്ട് പോകും. അങ്ങനെ വരുമ്പോ അവര് രമണാശ്രമത്തിൽ വരും. മഹർഷി വന്ന് വളരെയധികം സന്തോഷമായിട്ട് ആ കട്ടിലിൽ തയ്യാറായിട്ട് രാവിലെ മുതൽ ഇരിക്കണ്ടാവും. ഇവര് വരുമ്പോ ഇവരുടെ പഴയ കാര്യങ്ങളൊക്കെ വിചാരിച്ചു നോക്കി, വർത്തമാനമൊക്കെ പറഞ്ഞ് ഇവരൊക്കെ സ്വാമി 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 എന്ന് പറഞ്ഞ് ഇവരൊക്കെ മഹർഷി മലയിലൊക്കെ നടക്കുന്ന കാലത്തൊക്കെ ഇവരൊക്കെ വളരെ ഫ്രീ ആയിട്ട് വന്ന് പല വർത്തമാനം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം, ഒരു കഥ പറഞ്ഞാൽ, പിച്ചാണ്ടി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഈ പുല്ല് ചെത്തുന്ന ഒരാള്, അയാള് മലയിൽ നിന്നും പുല്ല് കൊണ്ടുപോകുന്ന പണിക്കാരനാണ്. ആട് മെയ്ക്കുക, അതൊക്കെയാണ് പണി. അയാള് ഒരു ദിവസം വിരൂപാക്ഷ ഗുഹയിൽ രമണ മഹർഷി ഇരിക്കുമ്പോ ഭഗവാനെ കണ്ട് കരയാൻ തുടങ്ങി. അപ്പോ സെപ്റ്റംബർ ഒക്ടോബർ മാസമാണ്, നല്ല തണുപ്പ്. മഹർഷി ചോദിച്ചു, ഏം പിച്ചാണ്ടി ഏൻ അഴറേം? സ്വാമി കുളിരാതാ സ്വാമി, സ്വാമിക്ക് ഇങ്ങനെ കുളിരില്ലേ, ഇങ്ങനെ ഇരിക്കണമല്ലോ ഈ തണുപ്പും കൊണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തിരിക്കുന്നു, പാവം വളരെ വിഷമിച്ച്. അവൻ പണി ചെയ്ത് കിട്ടുന്നത് തന്നെ വളരെ കുറച്ചാണ്. അതൊക്കെ ശേഖരിച്ച് 10-30 കിലോമീറ്റർ ദൂരമുണ്ട് ചെങ്കത്തിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു കമ്പിളി വാങ്ങിച്ചോണ്ട് വന്ന് ആ കമ്പിളി കൊണ്ടുവന്ന് സ്വാമി ഈ കമ്പിളി പൊതയ്ക്കണം എന്ന് ഒരേ വാശി. അപ്പൊ മഹർഷി പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് തണുപ്പൊന്നും കുഴപ്പമില്ല, നിനക്കാണ് കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ടെന്ന്, നിനക്ക് തണുക്കും, നീ പൊതച്ചോ, എനിക്ക് വേണ്ടെന്നു. ഇല്ലേ സ്വാമി നീ പോത്തണം, നീ പോത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോ ഇയാൾ ഒരേ വാശി പിടിച്ചപ്പോ അയാള് മേലെ പൊതച്ചിരിക്കുന്ന കമ്പിളി മുഴുവൻ കിഴിഞ്ഞ് ദ്വാരമായി അതിലത്തെ ഇതൊക്കെ പോയി കിടക്കണം. എന്നിട്ടാണ് ഈ പുതിയതൊന്ന് വാങ്ങിച്ചോണ്ട് വന്നിരിക്കണത്.
അപ്പൊ മഹർഷി പറഞ്ഞു, എനിക്ക് തണുപ്പ് വരാൻ പാടില്ല, അതല്ലേ നിനക്ക് ആഗ്രഹം? അതെ. എന്നാ ഒരു കാര്യം ചെയ്യൂ, ഞാൻ ഇത് എടുത്തു പുതയ്ക്കണമെങ്കിൽ എനിക്കൊരു വാശിയുണ്ട്, അത് സമ്മതിക്കെങ്കിൽ ചെയ്യാമെന്ന്. എന്താ? നീ പുതച്ചിരിക്കണത് എനിക്ക് തരാം, അത് ഞാൻ എടുത്തോളാം, ഇത് നീ കൊണ്ടുപോകണം. അതിലും അവൻ എങ്ങനെയെങ്കിലുമൊക്കെ സ്വാമിക്ക് തണുക്കാതിരുന്നാ മതി എന്നാണ് അയാൾ പുതച്ചിരിക്കണത് അയാൾ കൊടുത്തു. എന്നിട്ട് ഈ കമ്പിളിയും കൊണ്ട് പോയി. അത്രയും ശുദ്ധപ്രിയമാണ്. അയാൾ പോയി കഴിഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു, പിന്നീട് ആ പുതിയ കമ്പിളിയെ പുതയ്ക്കായിരുന്നു. കാരണം ഈ പഴയ കമ്പിളി മേലെ മുഴുവൻ കുത്തണം. പഴയത് ഇത്ര പഴകിയിട്ട് തന്നെ അതിങ്ങനെ കുത്തണമെങ്കിൽ പുതിയത് എത്ര കണ്ട് അവന്റെ മേലെ കുത്തണുണ്ടാവും പാവം. അതുകൊണ്ട് ആ പുതിയത് തന്നെ പുതയ്ക്കായിരുന്നു. അങ്ങനെയൊക്കെ ഇവര് വളരെയധികം ബന്ധപ്പെട്ടിരുന്നവരാണ്. അപ്പോ ഇവരൊക്കെ വരും. ഈ കാർത്തിക ദീപം ആവുമ്പോ ഒക്കെ കൂഴൊക്കെ കൊണ്ടുവരും. പലരും വരും, വർത്തമാനം പറയും, അവരുടെ കുടുംബകാര്യങ്ങളൊക്കെ ചോദിക്കും. ചിലപ്പോ ഇങ്ങനെ ആശ്രമത്തിൽ വരുമ്പോ എന്താന്ന് വെച്ചാൽ അവിടെ മുഴുവൻ ചളിയാക്കും. ഒക്കെ ഈ കുളത്തില് വെള്ളം മുങ്ങിയിട്ട് വന്ന് ഒക്കെ ചളിയാക്കി നാറ് ഒക്കെ ചെയ്യും. വൃത്തിയില്ല നാറും. എന്താന്ന് വെച്ചാൽ പലരും ചിലപ്പോ അന്നായിരിക്കും കുളിക്കണതേ, കഴിഞ്ഞ കാർത്തികയ്ക്ക് കുളിച്ചിട്ട് അന്നായിരിക്കും കുളിക്കണത്. അപ്പൊ നാറും. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ആശ്രമത്തിലുള്ളവരൊക്കെ കൂടെ പറഞ്ഞു, ഇതിപ്പോ ഭഗവാനടുത്ത് പറയാൻ അവർക്ക് ധൈര്യമില്ല. ഇവരൊക്കെ വരണു, ഇവരുടെ അടുത്തൊക്കെ ഒന്ന് മാറിയിരിക്കണം, നീങ്ങിയിരിക്കണം എന്ന് പറയാൻ നിവൃത്തിയില്ല, ഇവര് വരാതെ എന്ന് പറയാൻ നിവൃത്തിയില്ല, ഇവർക്ക് ധൈര്യമില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു, കൃഷ്ണസ്വാമി എന്ന് പറഞ്ഞിട്ടൊരു ജോലിക്കാരനുണ്ടായിരുന്നു. അയാള് ഈ ഒരു 10 വർഷം മുമ്പാണ് മരിച്ചത്. ആ കൃഷ്ണസ്വാമിയുടെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, ഭഗവാൻ അവിടെ ഇല്ലാത്ത സമയം നോക്കിയിട്ട് ആ മുമ്പിലൊരു റെയിലിങ്സ് ഇട്ടിട്ടുണ്ട് ഈ ആളുകൾ നടന്നു പോണതിന്. അതിന്റെ അടുത്താണ് സോഫ. അപ്പൊ ഈ റെയിലിങ്സിന് മുമ്പ് കൂടെ ആളുകൾ പോവും. അപ്പോ മേലെയൊക്കെ വെള്ളം തെറിക്കും, തൊടും ഒക്കെ ചെയ്തു വരും. അപ്പോ ഭഗവാൻ നടക്കാൻ പോയ സമയം ആ റെയിലിങ്സ് എടുത്തിട്ട്, ആ വേലി എടുത്തിട്ട് കുറച്ച് അങ്ങോട്ട് തള്ളിയിടുക. അതേപോലെ അയാള് ആ വേലി എടുത്ത് തള്ളി അങ്ങോട്ട് ഇട്ടു. കുറെ കഴിഞ്ഞപ്പോ മഹർഷി വന്നു. ചെയ്യുമ്പോണ്ടേ ഇരിക്കുമ്പോ തന്നെ വന്നു, കൃഷ്ണസ്വാമി നീ എന്നെ പണ്ടേ. അപ്പൊ കൃഷ്ണസ്വാമി പറഞ്ഞു, ഇതുപോലെ ഓഫീസിലുള്ളവർ പറഞ്ഞു, ഇതുപോലെ ആ വേലി അങ്ങോട്ട് തള്ളിയിടാൻ പറഞ്ഞു. നാളെ തിരക്ക് വരും, ഭയങ്കര തിരക്ക് വരുമല്ലോ, എല്ലാരും ഇങ്ങനെ ഇവിടെയൊക്കെ ചളിയാക്കും, മേലെയൊക്കെ ചളിയാക്കും, വെള്ളം വീഴും. ഓഫീസിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഭഗവാൻ പറയില്ല. എന്താന്ന് വെച്ചാൽ ആശ്രമം തന്റെ ആണെന്നോ തനിക്കിവിടെ എന്തെങ്കിലും അധികാരം ഉണ്ടെന്നോ ഒരിക്കലും കാണിച്ചിട്ടില്ല. എങ്കിലും തിരുത്തും വേണം. അപ്പോ അവ சொன்னது കേട്ടുട്ടിയോ ഇല്ലയോ, ഇനി ഞാൻ சொல்றத கொஞ்சம் കേളു. ആ വേലി അവിടെ ഇട്ടു, അത് മാറ്റാൻ പറഞ്ഞില്ല. ഇപ്പൊ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ സോഫ എടുത്ത് അവിടെ ഇടും, ഈ കട്ടിലെടുത്തിട്ട് ആ വേലിയിലെടുത്തേക്ക് ഇടാൻ പറഞ്ഞു. അയാള് പറഞ്ഞു, എന്നാ ഭഗവാൻ, സ്വാമിക്ക് നല്ലതിന് വേണ്ടിയല്ലേ അവര് പറഞ്ഞത്. എല്ലാരും വന്ന് തൊടുകയും മേലെ വെള്ളം വീഴുകയും ഒക്കെ ചെയ്യും. ഈ ഗ്രാമത്തിലുള്ള ആളുകള് അവർക്ക് എന്തറിയും? അപ്പോ വളരെ വികാരഭരിതനായിട്ട് മഹർഷി പറഞ്ഞു അത്രേ, ഓ നീ എന്ത് വിചാരിക്കണു, ഇവരൊക്കെ ഈ ഗ്രാമത്തിൽ അറിവില്ലാത്തവരെ, ദരിദ്രങ്ങള് ഒക്കെ ചളി പിടിച്ച് ഇവിടെ വരണു. അയാളൊരു വാക്കും പറഞ്ഞു, നാളെ രാവിലെ മുതൽക്ക് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞാലും കേൾക്കില്ല, രാവിലെ മുതൽ അവർക്ക് ദർശനം കൊടുത്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. ഓ നീ അങ്ങനെയാണ് വിചാരിക്കണത് ഇല്ലേ? അപ്പടിയാക്കും നീ. ഈ വെള്ളം ദരിദ്രങ്ങൾ വരാ സ്വാമി അവൾക്ക് ദർശനം കൊടുക്കരുതെന്ന് നനച്ചിട്ടിരിക്കയോ? സ്വാമി അവർക്ക് ദർശനം കൊടുക്കുകയാണെന്ന് നീ വിചാരിച്ചിരിക്കുക അല്ലേ? അപ്പടി ഇല്ല പോയി. ഈ വെള്ളം യാര് തെരിയുമാ? സാക്ഷാത് അരുണാചല സ്വരൂപം. അവ ദർശനം നമുക്ക് கிடைக்கணும். அதுக்குதான் அந்த இருப்பு. അവരൊക്കെ സാക്ഷാത് അരുണാചല സ്വരൂപമാണ്. അവരുടെ ദർശനം നമുക്ക് கிடைക്കണം എന്നാണ്. നാരായണ ഗുരുസ്വാമി ഈ ആലുവായിലെ അദ്വൈതാശ്രമത്തിൽ ഇരുന്ന് ഈ ശിവരാത്രിക്ക് തിരക്ക് വരുമ്പോ അങ്ങനെ നോക്കിയിരിക്കത്രേ. ആ നോക്കിയിരിക്കണത് അദ്ദേഹത്തിനൊരു രസമാണെന്നാണ്, ഈ ജനങ്ങൾ ഇങ്ങനെ വരുന്നതും പ്രവഹിക്കുന്നതും. അത് നമ്മൾക്കൊരു സാധാരണ തിരക്ക് കാണാനുള്ള ഒരു ഉത്സാഹം പോലെയാണെന്ന്
തോന്നിയേക്കാം. പക്ഷെ ആ ആനന്ദം വരണത് ഇത്രയും ജനങ്ങളെ കാണുമ്പോ, ആ ജനങ്ങളുടെ ഉള്ളിലുള്ള ഭക്തിയും ശ്രദ്ധയും ഒക്കെ കൂടെ കാണുമ്പോ ആ ആനന്ദം വരണത് ഈ പുറമേക്കുള്ള ദൃഷ്ടി കൊണ്ടല്ല. ആ തിരുവുരുവാണ് തിരഞ്ഞു തേറിടയണം എന്ന് പറഞ്ഞല്ലോ. ഈ തേറുക എന്ന് പറയുന്നത് തേർന്നിരുക്കൽ എന്നുള്ളത് എനിക്ക് ഇതൊരു പുതിയ ഒരു പുസ്തകം പറയണ പോലെ തോന്നണില്ല. അത് എന്താന്ന് വെച്ചാൽ വാക്കുകൾ പോലും ഒരേ വാക്കുകളാണ് ഉള്ളത്. 40 ഇതേ വാക്ക് സിദ്ധമായുള്ള പൊരുളை തേർന്നിരുത്തൽ സിദ്ധി, പിറസിദ്ധിയെല്ലാം സ്വപ്നമാ സിദ്ധികളെ. സിദ്ധമായിട്ടുള്ള വസ്തുവിനെ തേർന്നിരുത്തൽ, തേർന്ന് തിരഞ്ഞ് തേറിടയണം എന്നാണ്. സകല വസ്തുക്കളിലും പ്രകാശിക്കണതായ സർവഭൂതേഷു യഃ പശ്യേത് ഭഗവത് ഭാവം ആത്മന ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവതോത്തമ സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യത്സു അവിനശ്യന്തം യഃ പശ്യതി സ പശ്യതി യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവ അഭൂത് വിജാനതഃ തത്ര കോ മോഹ കശോകഃ ഏകത്വമനുപശ്യതഃ യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ച ആത്മാനം തതോ ന വിജുഗുപ്സത്തെ. ശ്രുതി സ്മൃതികള് മഹാപുരുഷന്മാരുടെ വചനങ്ങളൊക്കെ തന്നെ പിള്ളേർ സ്കൂളിൽ കോപ്പി അടിച്ചിട്ട് എഴുതണ പോലെ എഴുതിയിരിക്കുക. ഒക്കെ ഒരേപോലെ. ഒരാൾ എഴുതിയത് പോലെ തന്നെ. ഇത് എവിടുന്ന് വരണം? ദർശനം എല്ലായിടത്തും ഒരുപോലെ തന്നെ, അനുഭവം എല്ലായിടത്തും ഒരുപോലെ തന്നെ. ആ അനുഭവത്തിന്റെ മൂലം, അതിന്റെ സത്തയാണ് നമ്മളുടെ ഹൃദയത്തിൽ അഹം 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 എന്ന് അനുഭവപ്പെടുന്നത്. ഈ അഹത്തിനെ അറിഞ്ഞാൽ സകലതും ആ സത്ത കൊണ്ട് ഉണ്ടാക്കിയതാണെന്നറിയാം. അതും ഇതുമല്ല. നമ്മളെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് അതും ഇതുമാണ്. ടോക്സിൽ ഒരിടത്ത്, മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട്, ടു ബി പാട്രിയോട്ടിക് ഈസ് ഇറ്റ് നോട്ട് അവർ ഡ്യൂട്ടി ടു ബി പാട്രിയോട്ടിക് എന്ന് ചോദിക്കണം. അപ്പൊ ഭഗവാൻ പറയുന്നു ടോക്സില്, ടു ബി ദിസ് ഓർ ദാറ്റ് ഈസ് നോട്ട് യുവർ ഡ്യൂട്ടി. ടു ബി വാട്ട് യു ആർ ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്. ടു ബി ദിസ് ഓർ ദാറ്റ്, അതും ഇതുമല്ല. നമ്മളെപ്പോഴും അതും ഇതും ആവാണ്. നമ്മളുടെ അഭിമാന വൃത്തിക്ക് സ്വഭാവം തന്നെ അതും ഇതും ആയിക്കൊണ്ടേയിരിക്കലാണ്. എന്തെങ്കിലുമൊക്കെ ആവും. ഈ അതും ഇതും ആവാതെ ലോകത്തിൽ വ്യവഹരിക്കാനേ പറ്റില്ല. ജാതി വർണ്ണം ആശ്രമം മാത്രമല്ല. ഇന്നത്തെ കാലത്താണ് നമ്മൾ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, സാമൂഹിക നേതാവാണ്, അല്ലെങ്കിൽ ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്, അല്ലെങ്കിൽ നമ്മളുടെ എന്ത് അച്ഛനാണ്, അമ്മയാണ്, ഇതൊക്കെ തന്നെ അതും ഇതും ആവലാണ്. അങ്ങനെ അതും ഇതും ആവാതെ വ്യവഹരിക്കാൻ പറ്റുമോ സ്വാമി ലോകത്തിലെന്ന് ചോദിച്ചാൽ, ലോക വ്യവഹാരം നടക്കും. അതിലൊക്കെ അതും ഇതുമൊക്കെ ആയിട്ട് ഇരുന്നോട്ടെ. മറ്റുള്ളവർ നമ്മളുടെ പേരിൽ സീല് വെക്കുമ്പോ അതാണ് ഇതാണ് അങ്ങനെയാണ് ഇരുന്നോട്ടെ. അതിനോട് നമ്മൾ ശണ്ട കൂടാനൊന്നും പോണ്ട. പക്ഷെ നമ്മളുടെ സത്തയിൽ, നമ്മളുടെ അനുഭവമണ്ഡലത്തിൽ പ്രതിക്ഷണം പ്രതിബോധം നമ്മള് സത്തയെ തിരഞ്ഞ് തേർന്നിടണം. ആ തിരഞ്ഞ് തേർന്ന് അതുമാത്രമായിടണം എന്ന് പറഞ്ഞു. ഏതൊരു സത്തയുണ്ടോ അതിൽ അറിവ്, അവബോധം അതുമാത്രമായി ഇരുന്ന് പഴകുക. ആ സത്തയിൽ ഇരുന്നാൽ മാത്രമേ നമ്മൾ അതും ഇതും ആവാതിരിക്കുള്ളൂ. അതും ഇതിനെ നിഷേധിക്കാൻ പോകാൻ പാടില്ല. നിഷേധിക്കാൻ പോയാൽ നമ്മൾ പിന്നെ അതിൽ പെടും. അതിനെ നിഷേധിച്ചാലും അതിനെ സ്വീകരിച്ചാലും ഒരേപോലെ പെടും. എന്താന്ന് വെച്ചാൽ മനസ്സ് ഉപയോഗിക്കണം. നിഷേധിക്കലല്ല, ഇതിനൊക്കെ പ്രകാശം കൊടുത്തുകൊണ്ട് ഇതിനു പുറകിൽ ഇതൊന്നും കൊണ്ടും ബാധിക്കപ്പെടാതെ ഏതൊരു പൂർണ്ണതയുണ്ടോ അതാണ് എന്റെ സ്വരൂപമെന്നറിഞ്ഞ് അതും ഇതുമല്ല, അസദർത്ഥമല്ല, അത് ശൂന്യമല്ല, സച്ചിദമൃതമെന്നു തെളിഞ്ഞ ധീരനായി. അതുമിതുമല്ല, അസദർത്ഥമല്ല, അഹം സച്ചിദമൃതം. ഈ അഹം എന്നുള്ളത് ഉള്ളതാണ്. ചിത്ത് എന്ന് വെച്ചാൽ ജ്ഞാനം, ശാന്തി, ആനന്ദം ഒക്കെ ഉള്ളതാണ്. അമൃതം എന്ന് വെച്ചാൽ മരണത്തിന്റെ അനുഭവം, പ്രതീതി ഒരിക്കലും അതിനെ സ്പർശിക്കുകയില്ല.
മരണത്തിന്റെ പ്രതീതിക്കും ഈ അഹം എന്ന അനുഭവത്തിനും കൂടിച്ചേർന്ന് പോകാനേ പറ്റില്ല. മരണത്തിന്റെ പ്രതീതിയൊക്കെ മനസ്സിലും ഇന്ദ്രിയങ്ങളിലും ബുദ്ധിയിലും ഒക്കെയാണ് ഉള്ളത്. ഈ അഹംബോധത്തിനെ സ്പർശിക്കില്ല. അതുകൊണ്ടാണ് നമ്മള് മരണത്തിനെ കുറിച്ചൊക്കെ കേട്ടാൽ പോലും കുറച്ചു നേരം കഴിഞ്ഞാൽ മറന്നു പോണത്. എത്ര മരണം കേട്ടാലും ആരൊക്കെ പറഞ്ഞാലും ഒക്കെ വായിച്ചാലും കുറച്ചു കഴിയുമ്പോ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജയിലിൽ കിടന്നവരുടെ കാര്യം പറഞ്ഞല്ലോ, അവരുപോലും മറന്നുപോയി. നിങ്ങളെ കൊല്ലാൻ പോണെന്നൊക്കെ പറഞ്ഞു, കുറച്ചു നേരമൊക്കെ അവർ പേടിക്കും, അത് കഴിഞ്ഞാൽ അവർ ചീട്ട് കളിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്താന്ന് വെച്ചാൽ വലിയ ആശ്ചര്യമാണത്, മറന്നുപോകണു. എങ്ങനെ മറക്കാൻ പറ്റും മരണം ഉണ്ടെങ്കിൽ? മരണം എന്ന് പറയണത് ബുദ്ധിയിൽ വരുന്നൊരു ചിന്തയാണ്, അത് കഴിഞ്ഞാൽ അത് പോകും. പിന്നെന്തുണ്ട്? സച്ചിദാമൃതം. ഇതൊരു കോൺസെപ്റ്റായിട്ട് സ്വീകരിച്ചാൽ പ്രയോജനമാവില്ല. നമ്മൾക്ക് മരണമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ചിലരൊക്കെ പറയും, അങ്ങനെ അറിഞ്ഞിട്ടും എന്താ ഈ ആസ്പത്രിയിൽ പോയിട്ട് നമുക്ക് സൂക്കേടൊക്കെ പറയുമ്പോൾ പേടി തോന്നണമല്ലോ എന്ന് പറഞ്ഞു. അത് ഈ മരണമില്ല എന്നുള്ളത് എങ്ങനെ ഒരു ആശയമോ അതുപോലെയാണ് ഈ പേടിയൊരാശയം. പേടിയൊരാശയം വരണു, മരണമില്ല ഒരാശയം വരണു. അത് കാര്യമില്ല. മനസ്സുകൊണ്ടല്ല ഈ അഭയം വരണത്, സത്തയെ പ്രത്യഭിജ്ഞ കൊണ്ട് അറിയുമ്പോഴാണ് അഭയം അവിടെ ഉണ്ട്. അത് മനസ്സുകൊണ്ടല്ല. മനസ്സിനെ ഉപയോഗിച്ചാൽ പേടിക്കാൻ നിവൃത്തിയില്ല. മനോമണ്ഡലത്തിലല്ല. സച്ചിദാമൃതമെന്നു തെളിഞ്ഞ് എന്നാണ്. അത് അറിഞ്ഞെന്നല്ല, ചിന്തിച്ചെന്നല്ല, തെളിഞ്ഞ് എന്ന് വെച്ചാൽ അതുണ്ട്. ഉള്ളതിനെ തെളിഞ്ഞ് കാണുകയാണ്. തെളിഞ്ഞ് ധീരനായി. ധീരത എന്തിനാ? വ്യവഹാരത്തിന് വിടാൻ. നമുക്ക് വ്യവഹാരം ഹാബിറ്റാണ്. അതുകൊണ്ട് ആ സത്തയിൽ, സാമാന്യ സത്തയില് സ്വരൂപത്തിൽ ഇരിക്കാൻ നമുക്ക് ധൈര്യം വരില്ല. നമ്മളുടെ ഒക്കെ നഷ്ടപ്പെട്ടു പോകുമോ തോന്നും. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ എഴുന്നേൽപ്പിച്ചാൽ ചിലപ്പോൾ ഇഷ്ടാവില്ല. കാരണം സ്വപ്നത്തിൽ അയാള് മാർത്താണ്ഡവർമ്മയാണെന്ന് സ്വപ്നം കാണുകയാണ്. എഴുന്നേറ്റാൽ സാമ്രാജ്യം പോവും. സാമ്രാജ്യമാണ് നഷ്ടമാവണത്. അതുപോലെ നമുക്കിവിടെ പലതുണ്ട്. അയ്യോ ഇതൊക്കെ പോയി പോവും, ഇതൊക്കെ ആവാതിരിക്കാൻ എന്താ? ഈ ഭ്രാന്ത് പിടിച്ച ആളുകൾക്ക് ചിലപ്പോ അവർക്ക് ആ ഭ്രാന്ത് സമയത്ത് ചിലതും തോന്നും അല്ലേ? അത് വിടാൻ അയാൾക്ക് ഇഷ്ടമല്ല. അയാൾക്കത് ഇഷ്ടമല്ല. ആ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്നതിലാണ് അവർക്ക് സുഖം. അതുപോലെ നമ്മൾക്ക് എന്തോ ആണ് ചിന്തിക്കുന്നത് ഒരു അഡിക്ഷൻ ആയിരിക്കുമ്പോ, അതും ഇതുമായിട്ട് നിൽക്കുന്നത് നമുക്കൊരു സുഖമായിട്ടിരിക്കുമ്പോ അത് വിടാൻ പറഞ്ഞാൽ നമ്മൾ തയ്യാറാവില്ല. ഈ അതും ഇതും ഒക്കെ വിഷമാണെന്നും വികല്പമാണെന്നും ദുഃഖമാണെന്നും അറിഞ്ഞു കഴിഞ്ഞാലാണ് അത് വിട്ട് സച്ചിദമൃതമെന്നു തെളിഞ്ഞ് ധീരനായി സദസതിഥി പ്രതിപത്തിയറ്റ്. ഉണ്ട് ഇല്ല, ഉള്ളത് ഇല്ലാത്തത്, ശരി തെറ്റ്, അവ്യക്തം വ്യക്തം, നാമരൂപം, സച്ചിദാനന്ദം, ഈ ഭേദമൊക്കെ പോയി സത്തോമിതി. ഓം പ്രണവത്തിന്റെ അർത്ഥം എന്താ? പ്രണവത്തിന്റെ പൊരുൾ എന്താ? പ്രണവത്തിന്റെ പൊരുൾ അകാര ഉകാരേ, ഉകാരോ മകാരേ, മകാര അഹങ്കാരേ, അഹങ്കാരോ അഹമിയേവ ലയമേഷ്യതി. പഞ്ചീകരണ വാർത്തികത്തില് ഒരു ശ്ലോകാണ്. അകാര ഉകാരേ, ഉകാരോ മകാരേ, മകാര അഹങ്കാരേ, അഹങ്കാരോ അഹമി. സത്തയിൽ, തന്റെ സ്വരൂപത്തിൽ പ്രണവജപം ഒരു സാധനയാവണത് മനസ്സിനെ സ്വരൂപത്തിലേക്ക് ഇരുത്താനാണ്. അങ്ങനെ സദസതിഥി പ്രതിപത്തിയറ്റ് സത് ഓം ഇതി. മൃദുവായി, മൃദുവായി എന്ന് വെച്ചാൽ മനസ്സുപയോഗിക്കാതെ, ബുദ്ധി ഉപയോഗിക്കാതെ, ശരീരം ഉപയോഗിക്കാതെ, ഉപാധികളെ മുഴുവൻ പ്രകൃതിയിൽ വിസർജിച്ചിട്ട് താനായി വളരെ ലാഘവത്തോടെ അഭിമാനചലനത്തിനെ ആശ്രയിക്കാതെ ചുമ്മായിരിക്കലാണ്. ഈ ചുമ്മായിര് എന്നുള്ളത് തമിഴ് വേദാന്തത്തില്, ശൈവസിദ്ധാന്തത്തിലൊക്കെ ഒരുപാട് വരുന്ന വാക്കാണ്. ചുമ്മായിര്. തിരുവനന്തപുരത്തിൽ ഒരാള് ഈ ഏകദേശം 250ഓളം പാട്ടുകളെ ശേഖരിച്ച്, തിരുമൂലർ മുതൽ മുരുകനാർ സ്വാമി വരെ പാടിയവരുടെ പാട്ടുകളൊക്കെ ശേഖരിച്ച് ചുമ്മായിരിക്കും സൂത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പാട്ടുകൾ മാത്രം അർത്ഥം. അതിലെല്ലാ പാട്ടുകളിലും പലരും പാടിയതാണ്. അതിലൊക്കെ ഈ ചുമ്മായിര് എന്ന് വരും. അരുണഗിരിനാഥർ പറയുന്നത് ചുമ്മായിര് ചൊല്ലറ என்றதுமே അമ്മാ പൊരുളൊன்றுം അറിന്തിലനേ. ആ ചുമ്മായിര് എന്ന് പറഞ്ഞാൽ
സഹജസ്വരൂപത്തില് സ്ഥിതനാവൂ എന്നർത്ഥം. താനായിരിക്കലാണ്. അങ്ങനെ മൃദുവായി, അതിനേക്കാളും മൃദുവായി ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. ആ മാർദ്ദവം പോണത് അഹങ്കാരം കൊണ്ടാണ്. അഭിമാനവൃത്തി ചലിക്കുമ്പോ ആ അഭിമാനവൃത്തിയുടെ ചലനമില്ലാതെ സഹജമായിട്ട് നാഡീ നരമ്പുകളൊന്നും ഇഴുത്തു വലിച്ചു പിടിക്കണില്ല. അതൊക്കെ എഴുത്തു വലിച്ചു പിടിക്കുന്നത് എപ്പോഴാ? അഭിമാനവൃത്തി ഉള്ളപ്പോഴാണ്. ഈ അഭിമാനവൃത്തി ഇല്ലെങ്കിൽ നമ്മളുടെ ആ സ്ഥിതി, ഇപ്പൊ നമ്മൾ ധ്യാനം എന്നൊക്കെ പലപ്പോഴും പറയണ യോഗസ്ഥിതി ഉണ്ടല്ലോ, അത് കുറച്ചു നേരത്തിന് മേലെ ഇരിക്കാൻ പറ്റില്ല. ഈ ഭജനയ്ക്ക് നർത്തനാടും കുറച്ചു നേരം ഇരിക്കാം, അത് കഴിഞ്ഞ് തളർന്നു പോകും. അതേപോലെ ഈ യോഗസ്ഥിതി, മനസ്സുകൊണ്ടുള്ള യോഗസ്ഥിതി കുറച്ചു കഴിഞ്ഞാൽ അവരെ ക്ഷീണിക്കും, ബുദ്ധി ചൂടാവും, നാഡീ നരമ്പുകളൊക്കെ ബലപ്പെടും. അതുകൊണ്ട് തന്നെ നിരന്തരം അതിലിരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ചുമ്മാ ഇരിക്കൽ എന്ന് പറയണത് ക്ഷീണിക്കില്ല, തളരില്ല. കാരണം അതിന് ഉപാധി സംബന്ധമില്ല. അത് നാഡിയോ നരമ്പിനെയോ മനസ്സിനെയോ ബുദ്ധിയോ ഒന്നും സ്പർശിക്കണില്ല. അതിന് ദേശകാലങ്ങളോ പ്രകൃതിബന്ധമോ ഇല്ല. അതുകൊണ്ട് തന്നെ അതീവ മൃദുവാണ്. എന്ന് വെച്ചാൽ അത് അസ്പർശയോഗം. അസ്പർശയോഗോ വൈ നാമ സർവസത്വസുഖാവ. എല്ലാവർക്കും സുഖം കൊടുക്കണം. അത് മൃദുവായി മൃദുവായി എന്തോ ഒരു മനോഹരമായി ആ ഋഷിവചനം അമർന്നിടേണം. താൻ ആ സത്യത്തിൽ ഇരുന്നിടേണം, അതുമാത്രമായി അമർന്നിടേണം. ആ സത്യം തന്നെയായി സ്വരൂപത്തിൽ ഇളകാതെ നകിഞ്ചിതപി ചിന്തയേത് എന്ന് ഭഗവാൻ പറഞ്ഞ പോലെ അങ്ങനെ ആയിരിക്കലാണ് ഈ ഉള്ളിലുള്ള ഈ യാഗത്തിന്റെ അവഭൃതം. സ്വാത്മതീർത്ഥത്തില് കുളിക്കലാണത്. ഉള്ളിൽ ചെന്ന് മനോനിവൃത്തി പരമോപശാന്തി സാ തീർത്ഥവർയ മണികർണികാച ജ്ഞാനപ്രവാഹ വിമലാദിഗംഗ സാ കാശികാഹം നിജബോധരൂപ. അതാണ് തീർത്ഥം. ആ തീർത്ഥത്തിൽ കുളിച്ചാൽ പിന്നെ പുറമേക്കുള്ള തീർത്ഥങ്ങളൊന്നും വേണ്ട. പുറമേക്കൊന്നും അരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. സംതൃപ്തനാവും, ധന്യനാവും, കൃതകൃത്യനാവും, സന്തുഷ്ടനാവും, ശാന്തനാവും. ശാന്തിയെ നമ്മളുടെ സ്വരൂപമാവും. അതറിഞ്ഞ ശേഷം പ്രാരബ്ധം കൊണ്ട് വ്യവഹരിക്കേണ്ടി വന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ആണ് പെണ്ണുവേഷം കെട്ടി നാടകത്തിൽ എത്ര നേരം കളിച്ചാലും, എത്ര തന്നെ തന്മയത്തോടുകൂടെ കളിച്ചാലും ഉള്ളിൽ താൻ ആണാണെന്നുള്ളത് മറക്കേയില്ല. അതുപോലെ എന്തൊക്കെ തന്നെ പ്രപഞ്ച വ്യവഹാരത്തിൽ വ്യവഹരിച്ചാലും, എന്തൊക്കെ തന്നെ ചെയ്താലും അയാളുടെ ഉള്ളില് തന്റെ സ്വരൂപം എന്താണെന്നുള്ളതിന്റെ ബോധസ്മൃതി ഉണ്ടാവും. ക്രിയാജന്യ സ്മൃതിയല്ല, ബുദ്ധിയിൽ ഉള്ള ജന്യസ്മൃതിയല്ല, സംബന്ധജന്യ സ്മൃതിയല്ല, ബോധജന്യ സ്മൃതി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതൊരിക്കലും വിട്ടുപോകില്ല. ക്രിയാജന്യ സ്മൃതി ക്രിയ വിട്ടുപോയാൽ വിട്ടുപോകും. ബുദ്ധിയിൽ വരുന്ന സ്മൃതി ബുദ്ധിക്ക് എന്തെങ്കിലുമൊക്കെ കേടുവന്നാൽ മറന്നുപോകും. പക്ഷെ ബോധജന്യ സ്മൃതി ഒരിക്കലും വിട്ടുപോകില്ല. അത് സദാ തന്നിൽ ഉണ്ടാവും. അതാണ് തണ്ടാരിൽ വീണ് മധുവുണ്ടാരമിക്കുമൊരു വണ്ടാണു സൂര്യസുകൃതി എന്ന്. ആ ഹൃദയത്താമരയില് തേൻ നുകർന്ന്, ഹൃദയത്തിൽ മാത്രമല്ല കണ്ണു തുറന്നു ലോകം കാണുമ്പോഴും അയാൾ തേനാണ് നുകരുന്നത്. ഭാഗവതത്തില് പ്രചേതസ്സുകൾക്ക് രുദ്രൻ ഉപദേശിക്കുമ്പോ പറയണു, ഈ തത്വമറിഞ്ഞ ആള് കണ്ണു തുറന്നിരുന്ന് തേൻ നുകരുമെന്നാണ്. അസഗത് ഋഷീക ചഷകൈഹി മധുപിപാമ. വീണ്ടും വീണ്ടും ഋഷീക ചഷകൈഹി, ഇന്ദ്രിയങ്ങളാവുന്ന ചഷകങ്ങളുകൊണ്ട്, പാത്രങ്ങളുകൊണ്ട് ദൃശ്യം ശ്രാവ്യമൊക്കെ തന്നെ മധുവായിട്ട് എടുത്ത് കുടിക്കും. ഈ മധുവിദ്യയാണ് ഉപനിഷത്തില് ദദ്യംഗധർവണൻ പറഞ്ഞുകൊടുത്തത് അശ്വനി ദേവന്മാർക്ക്. ഈ മധുവിദ്യ പറഞ്ഞു കൊടുത്തതുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു, ഇത് ഇനി പറഞ്ഞു കൊടുത്താൽ എന്റെ തല ഞാൻ വെട്ടിക്കളയുന്നതാണ് ഇന്ദ്രൻ. അപ്പൊ ദദ്യംഗധർവണൻ പറഞ്ഞു, ഇത് ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുത്തരും? അപ്പോ അശ്വിനി ദേവന്മാര് വലിയ ഡോക്ടർമാരാണ്, സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് മേലെ സ്പെഷ്യാലിറ്റിയാണ് അവര് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ,
നിങ്ങളുടെ തല ഞങ്ങൾ ആദ്യമേ എടുത്ത് മാറ്റിവെക്കാം, എന്നിട്ടൊരു കുതിരത്തല വെച്ച് തരാം, അതുകൊണ്ട് ഉപദേശിക്കൂ, എന്നിട്ട് ഇന്ദ്രൻ വന്ന് വെട്ടിയിട്ട് പോയിക്കോട്ടെ, ഞങ്ങൾ പഴയ തല ഫിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ തലയെടുത്ത് മാറ്റിവെച്ച് കുതിരത്തല വെച്ച് കൊടുത്ത് തത്വോപദേശം ചെയ്തു. ഇന്ദ്രൻ പറഞ്ഞ പോലെ തല വെട്ടി പഴയ തല ഫിറ്റ് ചെയ്തു. യു ഹാവ് ടു ഹിയർ ദ ട്രൂത്ത് ഫ്രം ഹോർസ് മൗത്ത് എന്നൊരു ചൊല്ലുണ്ട്. അത് ഇതിന്ന് വന്നതാ. ദധ്യംഗധർവണൻ ഉപദേശിച്ചതാണ് അശ്വിനി ദേവന്മാർക്ക്. ആ മധുവിദ്യ മധുവാതാർത്തായതേ മധുക്ഷരന്തി സിന്ധവ മാധ്വൈർന സന്തോഷതേ മധുനക്തമുതോഷസി മധുമത് പാർത്ഥിവഗും രജ മധുമാന്നോ വനസ്പതി മധുമാകും അസ്തു സൂര്യ മാധ്വൈർഗാവോ ഭവന്തുന. ശ്രുതി ഇതിനൊക്കെ മധു എന്ന് പറയാണ്. ആ മധു തേൻ പോലെ മധുരിക്കുന്നതാണ്. മധുവാതാ ഋതുക്കളൊക്കെ മധുവാണ്. കാറ്റ് മധുവാണ്. മധുക്ഷരന്തി സിന്ധവ നദികളും സമുദ്രവും ഒക്കെ മധുവാണ്. രാവ് മധുവാണ്, പകല് മധുരമാണ്, സൂര്യോദയം പ്രഭാതം മധുവാണ്. നമ്മള് ഇപ്പോ കാണുന്ന മധു ചിലർക്ക് ഇങ്ങനെയൊക്കെ മധുവാണല്ല. രാമകൃഷ്ണദേവനെ കണ്ടപ്പോ അങ്ങനെ ഒരാൾ ചോദിച്ചു, കാളിപാദ ഘോഷ് എന്താന്ന് വെച്ചാൽ രാമകൃഷ്ണദേവൻ അങ്ങനെ ആടി വരുന്നത് കണ്ടപ്പോ ഇയാള് പതുക്കെ ചെന്ന്, എന്താന്ന് വെച്ചാൽ ബംഗാളിൽ ഈ താന്ത്രികന്മാരൊക്കെ കുടിക്കണവരാണ്. അപ്പൊ അങ്ങനെ വല്ലതും ആയിരിക്കും വിചാരിച്ചിട്ട് രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് ചോദിച്ചു, ചരക്ക് നാടനോ വിദേശമോ എന്ന് ചോദിച്ചു. അപ്പോ രാമകൃഷ്ണദേവൻ പറഞ്ഞു, നല്ല നാടനാണ്, ഒരു പ്രാവശ്യം കുടിച്ചാൽ ജീവിതം മുഴുവൻ ലഹരി പിടിക്കും, വേണമെന്ന് ചോദിച്ചു. ഒരു പ്രാവശ്യം കുടിച്ചാൽ ജീവിതം മുഴുവൻ ലഹരിയാണ്. അങ്ങനെയുള്ള ആനന്ദലഹരിയാണ് ഈ അനുഭൂതി. അതിലിരുന്നു കൊണ്ടാണ് ഗുരുദേവൻ നമ്മളെ ഇങ്ങനെയൊക്കെ അനുഗ്രഹിച്ചത്. നമ്മൾക്കും ഗുരുദേവകൃതികളെ പഠിച്ച് മനനം ചെയ്ത് ഇവിടെ ഭാസ്കരൻ സാറ് പോലെയുള്ളവരൊക്കെ അറിഞ്ഞ് അതിനെ എഴുതിയിട്ടുണ്ട്. പുസ്തകങ്ങള് അദ്ദേഹം ജീവചരിത്രം എഴുതിയിട്ടുണ്ട്, വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അറിഞ്ഞ് പഠിക്കാനുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ഗുരുദേവ കൃതികള് കേരളത്തിന് പറയാൻ അവകാശപ്പെടാനുള്ള അത്ര കണ്ട് നമുക്ക് മലയാള ഭാഷയിൽ ഇല്ല. പക്ഷേ ആ ഒരു കുറവ് നാരായണ ഗുരുദേവന് എഴുതിയതോടുകൂടെ തീർന്നു. അദ്വൈത ദൈവിക ആത്മോപദേശ ശതകവും വേദാന്തത്തിലുള്ള ഒരു കൃതിക്കും ചുവട്ടിലല്ല. അത് നമുക്ക് മലയാള ഭാഷയിൽ തന്നെ വളരെ പ്രൗഢഗംഭീരമായി പ്രശാന്തമായി സ്വാനുഭവരസത്തോടുകൂടെ ഇത്രയധികം കൃതികള് അവിടുന്ന് നമുക്ക് കിട്ടി. അതിനു മുമ്പ് നമുക്ക് പറയാവുന്നത് അധ്യാത്മരാമായണവും ഹരിനാമകീർത്തനവും ഇത്തരം കുറച്ച് കൃതികള് അറിയപ്പെട്ടിരുന്നുള്ളൂ. അതൊക്കെ ശുദ്ധമായി വേദാന്ത മാർഗത്തിൽ മാത്രമായുള്ള കൃതികളെന്ന് പറയാൻ ഒന്നും നമുക്ക് പറയാനുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇത്രയൊക്കെ കിട്ടിയത് നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല, നഷ്ടപ്പെട്ടു പോവില്ല. അത് എങ്കിലും ഇനിയും ശ്രദ്ധയോടുകൂടെ ആളുകളിത് അറിഞ്ഞ് പഠിച്ച്, അത് നമ്മൾക്ക് ശരിക്കും അങ്ങോട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ വെറുതെ മനനം പാടിയാ മതി. ഇവിടെ ആദ്യം പാടിയ കുട്ടി, ആ കുട്ടി പാടിയത് തന്നെ അതിന്റെ ഒരു അർത്ഥമാണ്. അങ്ങനെ പാടി പഠിച്ച് മനനം ചെയ്ത് പാരായണം ചെയ്താൽ പോലും അതൊരു അനുഭവത്തിന് കാരണമായിട്ട് തീരും. നമ്മുടെ ഭാഷയാണല്ലോ. അതുകൊണ്ട് വ്യാഖ്യാനിക്കാനൊന്നും നമുക്ക് ആളെ കിട്ടിയിട്ടില്ലെങ്കിലും വെറുതെ അത് വ്യാഖ്യാനിച്ച് വഷളാക്കാൻ പാടില്ല. നമുക്ക് വ്യാഖ്യാനിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല. അറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇല്ലെങ്കിൽ ഉള്ള വ്യാഖ്യാനം എന്തെങ്കിലുമൊക്കെ പഠിക്കുകയോ ഇല്ലെങ്കിൽ പാരായണം ചെയ്ത് രസിക്കുകയോ ചെയ്താൽ തന്നെ മതി. നമുക്ക് എപ്പോ ആ കൃപ ഉള്ളിൽ ഉണ്ടാവോ അപ്പോ ഉള്ളിൽ അല്പമായി പ്രകാശിച്ച് നമുക്കത് അനുഭവത്തിന് കാരണമായിട്ട് തീരും. അനുഭവം വരുംതോറും ഈ ഗ്രന്ഥങ്ങളിലൊക്കെ അർത്ഥവും നമുക്ക് പല ഭാവത്തിൽ പ്രകാശിക്കും. ഒരു കാലത്തും പഠിച്ചു തീരില്ല. അത് പഠിച്ചു തീർന്നു എന്ന് പറയാൻ പറ്റില്ല.
ഓരോരിക്കൽ നോക്കുമ്പോഴും അത് പുതുമയോടുകൂടെ പ്രകാശിക്കും. അതിനുള്ള ഒരു സന്ദർഭം ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ കൊണ്ട് ഉണ്ടാവട്ടെ. ചേർന്നിരുന്ന് ഈ ഗുരുദേവ കൃതികളൊക്കെ പഠിക്കാനും മനനം ചെയ്യാനും, ചേർന്നിരുന്നു മാത്രമല്ല തനിച്ചും അവരവരുടെ വീടുകളിൽ ഇരുന്നിട്ടും ഒരു നിത്യപാരായണം പോലെ വെച്ച് പഠിച്ച് മനനം ചെയ്ത് അതകമയ്ക്ക് പ്രയോജനപ്പെടാനും ആ അരുള് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വന്ന് കുറച്ചുനേരം ഈ 3 ദിവസം ആത്മോപദേശ ശതകം അനുസന്ധാനം ചെയ്യാനൊരു സന്ദർഭം ഉണ്ടായി. വളരെ സന്തോഷമുണ്ട്. മേൽക്കുമേൽ ഇത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വാക്കുകള് ആ സദ്ഗുരുവിന്റെ പാദത്തിൽ തന്നെ അർപ്പിക്കാം. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിതസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം ഭ്രമണ.